സംസ്കാര ചടങ്ങുകൾക്കിടയിൽ ക്യാമറയുമായി തിക്കും തിരക്കും കൂട്ടിയതിന്റെ പേരിൽ ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകരാകെ പഴിയും തെറിയും കേട്ടുകൊണ്ടിരിക്കുകയാണ്. സംസ്കാര ചടങ്ങിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദ പോലുമില്ലാത്ത കോപ്രായങ്ങളുടെ പേരിലാണിത്. എന്നാൽ ഇതിൽ യഥാർത്ഥ പ്രതികൾ മാധ്യമപ്രവർത്തകരോ മാധ്യമപ്രവർത്തക വേഷം കെട്ടി മൊബൈലുമായി എത്തുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സോ. മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും വീഴ്ചകളുണ്ട്, അത് അടിയന്തരമായി തിരുത്തണം. സ്വയം നിയന്ത്രണത്തിന് മാധ്യമപ്രവർത്തകരും അവരെ ഇതിന് നിർബന്ധിക്കുന്ന മാധ്യമ മാനേജ്മെന്റുകളും തയ്യാറാവണം. ഇക്കാര്യത്തിൽ ഗൗരവമായി ഇടപെടേണ്ട ഉത്തരവാദിത്തം മാധ്യമപ്രവർത്തകരുടെ സംഘടനയ്ക്കുമുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ദൃശ്യങ്ങൾ പകർത്തേണ്ടി വരും, വാർത്ത ജനങ്ങളെ അറിയിക്കേണ്ടിയും വരും. അത് ഞങ്ങളുടെ തൊഴിലിൻ്റെ ഭാഗമാണ്. ഒപ്പം സാഹചര്യവും സന്ദർഭവും അറിഞ്ഞുള്ള ഔചിത്യം ആരായാലും പാലിക്കുകയും വേണം. മാധ്യമങ്ങളുടെ വീഴ്ച അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, സലീം കുമാറിൻ്റെ സംസ്കാര ചടങ്ങിലുണ്ടായ നെറുകേടുകളിലെ യഥാർത്ഥ പ്രതികൾ മറ്റു ചിലരാണ്. പരമാവധി 20-25 ചാനൽ ക്യാമറകൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ചാനൽ ക്യാമറകൾക്ക് നിൽക്കാൻ പ്രത്യേക സ്ഥലവും ഉണ്ടായിരുന്നു. മഹാഭൂരിപക്ഷം പേരും അവിടെ നിന്നാണ് വിഷ്വൽ എടുത്തത്. എന്നാൽ 150ഓളം ക്യാമറകളും മൊബൈലുകളും അവിടെ ഉണ്ടായിരുന്നു. മാധ്യമപ്രവർത്തനത്തെ ഗൗരവമായി കാണുന്ന ചുരുക്കം ചിലരെ ഒഴിച്ചു നിർത്തിയാൽ മസാലയും അപവാദവും PR നടത്തുന്നവർ മുതൽ റീൽസ് എടുത്ത് ആളാവാൻ നോക്കുന്നവരടക്കം മാധ്യമപ്രവർത്തകരുടെ വേഷത്തിലാണ് അവിടെ എത്തിയത്. സാമാന്യ മര്യാദയുടെ കണിക പോലുമില്ലാതെ അവിടെ എത്തിയ സെലിബ്രിറ്റികളുടെ ശരീരത്തിലേക്ക് മൊബൈൽ സൂം ചെയ്തും ചിതയുടെ അരികിലേക്ക് ഇടിച്ചു കയറിയും തിക്കും തിരക്കും ഉണ്ടാക്കിയതും ഇവരാണ്. മാധ്യമപ്രവർത്തനത്തെക്കുറിച്ച് പ്രാഥമിക ധാരണ പോലുമില്ലാത്ത, ഔചിത്യം തൊട്ടു തീണ്ടിയില്ലാത്ത ഇവർ ഉണ്ടാക്കുന്ന അലമ്പുകൾക്ക് അറുതി വരുത്തേണ്ടേ? ഇതിനൊരു നിയന്ത്രണം വേണ്ടേ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ആദ്യ പ്രേക്ഷകനെ എത്തുന്നത് ശ്രീ ബാലകൃഷ്ണനാണ്, വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, ഇന്നലെ സലീം കുമാറിന്റെ സംസ്കാര ചടങ്ങിൽ അദ്ദേഹത്തിന്റെ മകൻ ഗതികെട്ട് ശ്രീ ബാലകൃഷ്ണന്റെ ടെലിഫോൺ ബന്ധത്തിൽ തടസ്സമുണ്ടോ എന്ന് തോന്നുന്നു. ശ്രീ ശരത്താണ് ബാലരാമപുരത്ത്. ശ്രീ ശരത്ത്, ഇന്നലെ സലീം കുമാറിന്റെ സംസ്കാര ചടങ്ങിന്റെ ഭാഗമായി ഈ ക്യാമറകളുടെ, മൊബൈൽ ക്യാമറകളുടെ ഒരു തിക്കിലും തിരക്കും കണ്ട് അവസാനം അദ്ദേഹത്തിന്റെ മകൻ ഗതികെട്ട് ആക്രോശിക്കുന്നത് നമ്മൾ കാണേണ്ടി വന്നു. ഒരു അച്ഛൻ്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുമ്പോൾ ഒരു മകന് അത്തരത്തിൽ പ്രതികരിക്കേണ്ടി വരുന്നത് എത്രത്തോളം വിഷമകരമായ അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ എവിടെയും മരണത്തെപ്പോലും കണ്ടന്റിന്റെ ആയുധമാക്കി എടുക്കുന്ന ഒരു സംസ്കാരം അത് മാറ്റേണ്ടതല്ലേ? തീർച്ചയായിട്ടും നമുക്ക് ചെറിയ എന്താ പറയാ, ഒരു ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അത് പോയി നിൽക്കുന്നത് ഏത് മരണ വീടാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യമാണോ എന്ന് മനസ്സിലാക്കാതെ ഇപ്പൊ മാധ്യമ രംഗത്തൊന്നും അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ അല്ലാതെ ഈ യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി റീൽസ് എടുത്തിടുന്നവര്, അങ്ങനെയുള്ള ആൾക്കാരും വീടുകളിൽ എന്ന് പറഞ്ഞാൽ ഒരു മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ ഏത് രീതിയിൽ സംസാരിക്കണം എന്നുള്ളതൊന്നും അവർക്ക് അറിയത്തില്ല. അവിടെ ഒരു പക്ഷേ പിന്നെ അച്ഛനാണോ അമ്മയാണോ ബന്ധുവാണോ അനിയനാണോ ആരാണ് മരിച്ചത് എന്നൊന്നും അവർക്ക് ചിന്തയില്ല. ഈ വരുന്ന ആൾക്കാർക്ക് അത് പിന്നെ റീൽസ് എടുക്കും അല്ലെങ്കിൽ റീച്ച് എടുക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എവിടെയെങ്കിലും ഒരു അപകടം പറ്റി കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആശുപത്രി എത്തിക്കുന്നതിന് പകരം അവർ ഫോണിനകത്ത് വെച്ച് അതിന്റെ സെൽഫി എടുക്കുക അല്ലെങ്കിൽ റീൽസ് എടുക്കുക. ഇങ്ങനെയുള്ള വളരെ മോശപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ കാണുന്നത്. ആ അപകടം പറ്റി കിടക്കുന്ന ആളിനെ എങ്ങനെയാണ് ആശുപത്രി എത്തിക്കുക, അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കുക എന്നുള്ളതല്ല. അപ്പൊ ഇന്നലെ സംഭവിച്ച കാര്യം അത് പുതിയ ഒരു ഇതല്ല. ഇതിന് ഇങ്ങനെയുള്ള ഒരു വളരെ മോശപ്പെട്ട ഒരു തീരുമാനം മാറ്റണം. കാരണം എങ്ങനെയും നമുക്ക് പബ്ലിസിറ്റി നേടാം, ഏത് രീതിയിൽ നമുക്ക് എന്താ പറയാ ചാനലിന്റെ മുന്നിൽ അല്ലെങ്കിൽ നമ്മൾ ജനങ്ങളുടെ മുന്നിൽ നമുക്ക് ഒരു മാർക്കറ്റ് നേടിയെടുക്കാന്ന് ചിന്തിക്കരുത്. അതിന് ഒരു 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 എന്താ ഒരു അടുക്കും ചിട്ടയും വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ വളരെ വ്യക്തമാണ്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, ഈ ആരും ആയിക്കോട്ടെ, പക്ഷേ ഔചിത്യം എന്നത് വളരെ പ്രധാനമാണ്. ഒരു സംസ്കാര ചടങ്ങ് നടത്തുമ്പോൾ അവിടെ അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ സ്വാഭാവികമായും മക്കൾക്കും ബന്ധുക്കൾക്കും ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്, അല്ലെങ്കിൽ ഉറ്റവർക്കുണ്ടാകുന്ന മാനസികാവസ്ഥയുണ്ട്. അതിന് അവരുടെ മുഖത്തിനിടയിലേക്ക് മൊബൈൽ ക്യാമറകളും ഒക്കെ തള്ളിക്കയറ്റി നിന്ന് അതിൻ്റെയൊക്കെ റീൽസ് എടുത്ത് അല്ലെങ്കിൽ വിഷ്വൽ എടുത്ത് ആളാവാൻ നോക്കുന്ന ഒരു മാധ്യമപ്രവർത്തനം, അതിനെ മാധ്യമപ്രവർത്തനം എന്ന് പറയാനൊന്നും കഴിയില്ല. അത് എത്രത്തോളം ആശാസ്യമാണ്? നമസ്കാരമുണ്ട് കിരൺ സാർ. നമസ്കാരമുണ്ട്. ഇനി പറയാന്ന് പറഞ്ഞാല് അവരൊന്നും ആ ഭാഗത്തേക്ക് അടുപ്പിച്ചരുത് അത്തരം ആൾക്കാരെ. കാരണം വെച്ചാല്
ഒരാൾ മരിച്ചെടുക്കുമ്പോ ആ മരിച്ച ആ വീട്ടിന്റെയും അതിനോടനുബന്ധിച്ച ആൾക്കാരെയും വേദനയും ബേജാറും കഷ്ടപ്പാടും ഒക്കെ എല്ലാ സമയത്ത് ഇവരിതിങ്ങനെ ആളാകാൻ നോക്കുകയാണ്. ഇതൊക്കെ മാറ്റണം, ഒരടിപ്പിക്കരുത്. ഇന്നിപ്പോ ഇവിടെ ഒരു ചെറിയൊരു സംഭവം ഉണ്ടായി. ഒരു കാര്യത്തിന് അന്വേഷിക്കാൻ പോയ സ്ഥലത്ത് വന്നതായിരുന്നു ഒരു കൗൺസിലർ. അപ്പൊ അന്ന് ഇറങ്ങിയേക്കാനെ അതെന്താ ഏതാന്ന് അറിയുന്നതിന്റെ ഇടയ്ക്ക് തന്നെ അവിടെ ഒരു ചങ്ങായി വന്ന് അപ്പൊ തന്നെ ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുക്കല്ല, ഈ ക്യാമറ വെച്ച് വന്ന് ചുറ്റുമൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ആളെന്താ ഏതാ, എവിടെ എന്താ ഏതാ, എങ്ങനെ എന്താ ചെയ്യേണ്ടി എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യത്തിനാണ് എത്തിയിട്ടുള്ളതായി. അതിനെ വിളിച്ച് വരുത്തി വന്നൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം എന്നല്ല. അവിടെയും ക്യാമറ കൊണ്ടുള്ള ഒരു കളി. എന്താ ഇതിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാകുന്നില്ല. ഇവരെ എന്താ റീലുണ്ടാക്കണേ, എന്താ ഇതിന്റെ ഒക്കെ ഒരു അത്യാവശ്യമൊക്കെ വേണ്ടീന്ന് എടുക്കണം. വല്ല പൊതുയോഗം പോലെ കത്തതോ അല്ലെങ്കിൽ വന്ന് ഇറങ്ങുമ്പോഴോ ഒക്കെ ഈ മരിച്ചെടുക്കുന്നിടത്ത് അച്ഛനക്ക് ഒരു സ്വൈരം എടുക്കാതെ ആ ചെക്കൻ കാട്ടുന്നുണ്ടാ. എനിക്ക് തന്നെ ഒരു ജാതി ഇപ്പൊ അത് അത്രയും മോശപ്പെട്ടതാ കാട്ടിന്. അയാളെ അച്ഛൻ അവിടെ മെച്ചെടുക്കാം, എന്നിട്ട് അവര് ഈ കളി കളിച്ചിട്ടുണ്ട്. ആട്ടി വിടേണ്ടവരെ ഇതാ പറയാനുള്ളത് സാറേ. തലശ്ശേരിയിൽ നിന്നും ശ്രീ ദിവാകരൻ, ഈ ഇന്നലെ മാധ്യമങ്ങളെ എന്ന് പറയുമ്പോൾ അവിടെ ക്യാമറയുമായി നിൽക്കുന്ന എല്ലാവരും മാധ്യമങ്ങളുടെ ഗണത്തിൽ പെടുത്തേണ്ടി വരും. അവരെയൊക്കെ ആക്രോശിച്ചതിൻ്റെ പേരിൽ ആ ചന്തുവിനെതിരെ, നടൻ കൂടിയായ ചന്തുവിനെതിരെ അതിരൂക്ഷമായ രീതിയിലുള്ള വ്യക്തിപരമായ അധിക്ഷേപങ്ങളാണ് ഈ പല ഇത്തരം ഓൺലൈൻ മാധ്യമങ്ങളും നടത്തിയത്. അയാൾ കഞ്ചാവ് ഉപയോഗിച്ചിട്ടാണ് നിന്നത് എന്നൊക്കെ മട്ടിൽ വരെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. അയാൾ അവിടെ പട്ട് ഷോ കാണിച്ചു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇത്തരത്തിലേക്കുള്ള ഒരു അപഹാസ്യമായ പ്രവർത്തനം ഇനിയെങ്കിലും അതിലൊരു നിയന്ത്രണം വേണ്ടേ? സാറ് പറഞ്ഞ പോലെ അവകാശമായ പ്രവർത്തനത്തിന് നിയന്ത്രണം വേണം. എന്താ പറഞ്ഞാൽ സെലിബ്രിറ്റി ആണെങ്കിലും കുറച്ച് ഡിസ്റ്റൻസിൽ ആ റെസ്പെക്ട് മെയിൻ ഡിസിപ്ലിൻ കീപ്പ് ചെയ്തിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഒന്ന് ചെയ്യണ്ടേ. അപ്പൊ നേരത്തെ ഒരു കോളർ പറഞ്ഞ പോലെ റീൽസ് കിട്ടാനും മറ്റുള്ളല്ലോ ഈ അതിനുള്ള ഒരു അഡ്വർടൈസ്മെന്റ് പോലെ അവര് ഇങ്ങനെ ഒരു അത് ദ്രോഹം ചെയ്യും. പിന്നെ ആക്സിഡന്റിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ രോഗികളെ ആദ്യം ഒന്ന് പ്രഥമ ശുശ്രൂഷ നൽകി അങ്ങനെയുള്ള അതല്ല, ഇത് ക്യാമറ എടുക്കാനാ തിരക്കൂട്ടുന്നത്. ഒരു പാലത്തും ഒരുത്തം വീണിട്ട് ക്യാമറയിൽ പിടിക്കാനാ നോക്കുന്നത്. എന്നാ പിന്നെ ഒച്ചയെടുത്തല്ലേ പോലീസ് വകുപ്പിലോ അല്ലെങ്കിൽ ഫയർ സർവീസിലെല്ലാം വിളിക്കല്ലേ വേണ്ട. ഇതൊന്നും പഠിക്കുന്നില്ല. സാറിന് ആ സീനിയർ ജേർണലിസ്റ്റ് ആയതുകൊണ്ട് സാറിന്റെ ആ അറിവില് വളരെ വെരി ഗുഡ്. ഇത് സാർ അത് പറഞ്ഞത് വളരെ വളരെ നന്നായി. അത് തെറ്റ് തന്നെയാ. ഏതായാലും എത്ര കൊലക്കൊമ്പനായാലും തെറ്റ് തന്നെയാ സാറേ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്ന്. ശ്രീ മഹി, എവിടെയും ഇത്തരം ക്യാമറയുമായി കടന്നു എന്ന് ഔചിത്യത്തിന്റെ കണിക പോലുമില്ലാതെ ഇത്തരം പ്രവൃത്തി ചെയ്യുന്നവരെ എന്താണ് പറയേണ്ടത്? നമസ്കാരം സാർ. പിന്നെ ഒരു കാര്യം, നിങ്ങളെ ചാനല് ഈ 24 മണി രാത്രി 11 മണിക്ക് തുടങ്ങിയത് ഈ വൈകിട്ട് 7 മണി ഈ ആക്സിഡന്റ് ചാനല് ഫുള്ളാണ്. നമ്മൾ അവസാനം ചാനൽ മതിയാക്കി. പിന്നെ പൊതുവതി പിന്നെ ഇട്ടതാണ്. ഞാൻ പൊതുവതി കാണുമോ കഴിയുമ്പോൾ പൊതുവതി ഉണ്ടായിരുന്നു. ഞാൻ ഇതായൊരു പൊതുവതി കാണുള്ളത് എനിക്ക് പൊതുവതി ഉണ്ടായത് ഇന്നലെ കിട്ടി നോക്കിയത്. പിന്നെ എത്രയോ നടന്മാര് മരിച്ച് ഇത്രയും ഈ ടി വിയിൽ കാണിച്ചില്ലല്ലേ. 24 മണിക്കൂർ ഇത്രയും മുകളിൽ അങ്ങനെ എത്ര എത്ര നടന്മാര് അവർ 10 മിനിറ്റ് കാണിക്കും, പിന്നെ നാളെ ഉപയോഗിക്കും, പിന്നെ പ്രേമം അടക്കം പുറമെ കാണിക്കും. ഇത് 24 മണിക്കൂർ ഇട്ട മനുഷ്യർ ആ ആക്സിഡന്റ് ചാനല് ഇതേപോലത്തെ 20 ചാനൽ ലോകത്തില്ല. ഇത്രേ ഉള്ളൂ. അങ്ങനെ പറയുന്നത് ശരിയല്ല ശ്രീ. അങ്ങനല്ല, അങ്ങനെ നിങ്ങൾക്ക് മാറി വേറെ ചാനൽ കാണാൻ അവസരമുണ്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനലില്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു ചാനൽ കാണുക. അല്ലാതെ അത് അവർ ചെയ്യുന്നതിനെ പ്രവർത്തിക്കാത്ത അങ്ങനെ പറയുന്നതിന് അത് മാന്യമായ വാക്കുകൾ. പരിപാടി നമുക്കറിയാം. പിന്നെ ഞാൻ പൊതുവെ കാണുന്നത് ചോദിച്ചു നിങ്ങൾ ഇതിന്റെ ബാക്കിൽ പോകും. ശരി ശ്രീ മഹി, അത് ശരിയല്ല എന്ന് ഞാൻ കൃത്യമായി മഹി അറിയിക്കുകയാണ്. താങ്കൾക്ക് ചാനൽ മാറ്റാൻ ആവശ്യം പോലെ അവസരമുണ്ട്. കേരളത്തിൽ ആവശ്യം പോലെ ചാനലുകളുണ്ട്. താങ്കൾക്ക് മാറ്റി വേറെ ഇഷ്ടമുള്ള ചാനൽ കാണാമല്ലോ. ശ്രീ കെ ജി കുമാറാണ്, കൊട്ടാരക്കരയിൽ നിന്നാണ്. ശ്രീ കെ ജി കുമാർ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എവിടെയും പാലിക്കേണ്ട ഔചിത്യമുണ്ട്. ഈ ഔചിത്യം പാലിക്കപ്പെട്ടില്ലെങ്കിൽ നാളെ മാധ്യമങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഒരു മരണ വീട്ടിലേക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത അവസ്ഥയുണ്ടാവും. ഈ 100 കണക്കിന് ആളുകൾ ക്യാമറയുമായി വന്ന് അവരെല്ലാവരും യൂട്യൂബർ എന്നും വ്ളോഗർ എന്നും അങ്ങനെ പല പേരുകളിൽ അതൊക്കെ മാന്യമായി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അങ്ങനെയുള്ള മനുഷ്യരാരും ഈ മരണ വീട്ടിൽ പോയി റീൽസ് ഉണ്ടാക്കാൻ നിൽക്കില്ല. ആ ബോഡി
ആ ബോഡി ഫ്രണ്ടിലോട്ട് എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് പോലും ഈ ബ്ലോഗർമാരും ഈ മൊബൈലും ആയിട്ട് നിൽക്കുന്ന ഈ അല്ലാത്ത ഈ ആൾക്കാർ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരും മാറി നിൽക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. യഥാർത്ഥ മാധ്യമപ്രവർത്തകർ അവരുടേതായിട്ടുള്ള അകലം പാലിക്കുന്നുണ്ട്, അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പയ്യൻ ലാസ്റ്റ് ദേഷ്യപ്പെടേണ്ടി വന്നത്. മലയാളികൾ ഭയങ്കര ബുദ്ധിമാന്മാരാണ്, ബാക്കി എല്ലാ ആൾക്കാരും മണ്ടന്മാരാണ് എന്നൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും എല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. കാര്യം ഒരാൾ ആക്സിഡന്റ് ആയിട്ട് എവിടെയെങ്കിലും കിടന്നു കഴിഞ്ഞാലും ആദ്യം ചെയ്യുന്നത് മൊബൈലിൽ പിടിക്കുക എന്നുള്ളതാണ്. അത് കേരളത്തിലാണ് അത് ഇത്രയും കൂടുതലായിട്ട് ഉള്ളത്. അതേപോലെ തന്നെ ഒരു മരണ വീട്ടിൽ വരുന്ന ഒരു ശരീരഭാഷ, ഇന്നലെ തന്നെ മലയാളത്തിൽ, ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, മലയാളത്തിലെ ഒരു ചാനൽ പ്രമുഖൻ, ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ്, ചാനൽ പ്രമുഖൻ, അദ്ദേഹം കല്യാണ വീട്ടിൽ വരുന്ന പോലെ ആർത്ത് ഉല്ലസിച്ചാ വരുന്നത്. എനിക്ക് തന്നെ ഒരു വല്ലാതെ തോന്നി. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മരണ വീട്ടിൽ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഇത് പാലിക്കണ്ടേ. ഇദ്ദേഹത്തിന്റെ ആരുമല്ല, ബന്ധുവല്ല, പക്ഷെ എന്നാൽ തന്നെയും മരണ വീട്ടിൽ അവിടെ വേറെ ആൾക്കാരൊക്കെ നിൽക്കുന്നില്ലേ. അതേപോലെ തന്നെ മുഖ്യമന്ത്രി കണ്ടിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് ആ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സമയത്ത് ഒരാൾ ചെന്ന് ഭയങ്കര ചിരിച്ചിട്ട് ഏതാണ്ട് ഭയങ്കര കല്യാണത്തിന് വന്ന പോലെ, അത് മുഖ്യമന്ത്രിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ മുഖഭാവം തന്നെ ഒരുമാതിരി ദേഷ്യത്തിൽ കണ്ട പോലെ തോന്നി. അതുകൊണ്ട് ആ പയ്യനെ കുറ്റം പറയാൻ പറ്റത്തില്ല. പയ്യൻ ലാസ്റ്റ് നിവൃത്തികേട് കൊണ്ട് പറഞ്ഞു പോയതാണ്. അത് മാത്രമല്ല, ഈ മെനഞ്ഞാന്ന് ഈ സീരിയസ് ആയിട്ട് കിടക്കുമ്പം മുതൽ ഈ എന്തെല്ലാം കമന്റാണ് ഇടുന്നതെന്നറിയോ? വളരെ മോശമായ കമന്റുകളാണ്. ഇനി എന്തിനു ജീവിച്ചിരിക്കുന്നു, മരിച്ചുകൂടെ. ഞാൻ ചോദിക്കുന്നത് അതല്ല, പിന്നെ കോൺഗ്രസ് അല്ലേ ഭരിക്കുന്നത്, എന്നിട്ടും മരിക്കാനാണോ വിധി എന്നൊക്കെ. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കട്ടെ. കാര്യം നമ്മൾ ഈ സലിംകുമാറിന്റെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ കഴിവുകളെയാണ് നമ്മൾ നോക്കുന്നത്, അതിനാണ് നമ്മൾ ആസ്വദിക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമല്ല. രാഷ്ട്രീയം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രാഷ്ട്രീയം, അത് നമ്മൾ ഒരാളിനെയും കുറ്റം പറയണ്ട. പല രാഷ്ട്രീയക്കാരുണ്ട്, എത്രയോ ആൾക്കാർ, ഓരോ വ്യക്തിക്കും അവരുടെ കഴിവുണ്ട്. ആ കഴിവിനെ കലാകാരൻ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ കാണുന്നത്. മലയാളികൾ ഇങ്ങനെ ഈ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണെന്ന് പറയുന്ന പോലെ, അതുപോലെ സ്വന്തം അച്ഛനോ അമ്മയോ ആരെങ്കിലുമൊക്കെ ഇത്തരമൊരു അവസ്ഥയിൽ കിടക്കുകയാണെങ്കിൽ ആ സമയത്തും ഇവർ ഇതൊക്കെ പറയുമോ എന്നുള്ള ആശങ്ക ആർക്കും ഉണ്ടാകും. രാഷ്ട്രീയം ഏതായിക്കോട്ടെ, മരണത്തിൻ്റെ വക്കിൽ ഒരാൾ നിൽക്കുമ്പോൾ ഇത്തരത്തിൽ ആര് പ്രതികരിച്ചാലും അവരെ സാമാന്യ മനുഷ്യരുടെ ഗണത്തിലോ സാമാന്യ ബുദ്ധിയുള്ളവരുടെ ഗണത്തിലോ പെടുത്താൻ കഴിയുന്നതല്ല. ശ്രീ രാധാകൃഷ്ണനാണ്, ചാത്തന്നൂരിൽ നിന്നാണ്. ശ്രീ രാധാകൃഷ്ണൻ, ഒരു മകന് സ്വന്തം അച്ഛൻ്റെ ചിതയെരിയുന്ന സമയത്ത് മറ്റുള്ളവരോട് ദേഷ്യപ്പെടേണ്ട അവസ്ഥ ഉണ്ടാക്കുന്ന അത്ര സ്വകാര്യതാ ലംഘനം ആണ് നടന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇപ്പോൾ നമ്മൾ തികച്ചും ന്യായമായ ഒരു വിഷയമാണെന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളത്. സമൂഹത്തിന്റെ മുന്നിൽ, പ്രത്യേകിച്ച് പുതിയ തലമുറയുടെ മുന്നിൽ വലിയ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്ന ഒരു വിഷയമാണ് ഇത്. നമ്മൾ തികച്ചും ഇറച്ചി കഷ്ണത്തിൽ കഴുകന്മാർ കൊത്തിവലിക്കുന്നത് പോലെയാണ് ആ തരത്തിലേക്ക് തരം താഴ്ന്നിരിക്കുന്നു ഇപ്പോഴത്തെ പുതിയ സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരം. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ തന്നെ വേണ്ട ഏറ്റവും അധികം മനുഷ്യന്റെ വികസനത്തിന്, മനുഷ്യന്റെ പുതിയ ആധുനിക എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കും അല്ലെങ്കിൽ ആധുനികമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങൾക്കും ഉപോത്ബലകമായി നിൽക്കുന്നതാണ് സോഷ്യൽ മീഡിയ. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയ നമ്മളെ ഗുണത്തിനു വേണ്ടി എന്നതിനേക്കാൾ ഉപരി അങ്ങേയറ്റം മോശകരമായ പ്രവണതകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എനിക്കും താങ്കൾക്കും ഈ സമൂഹത്തിനെല്ലാം തന്നെ അറിയാം. നമ്മൾ അവിടെ തന്നെ നോക്കും, നമ്മളെ സിസ്റ്റത്തിന്റെ എനിക്ക് പറയാനുള്ളത് സിസ്റ്റത്തിന്റെ ഒരു തകരാറാണ്. കാരണം നമുക്ക് IT വകുപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്. അത് വേണ്ടത്ര നമ്മുടെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. നമ്മൾ ഗവൺമെന്റ്, നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ എനിക്ക് രാഷ്ട്രീയമുണ്ട്, നമുക്ക് രാഷ്ട്രീയമൊക്കെ മാറ്റിവെക്കാം. രാഷ്ട്രീയത്തിനേക്കാൾ ഉപരി സമൂഹത്തിന് താല്പര്യമാണ്. ഞങ്ങളൊക്കെ എങ്ങനെ എടുക്കുന്നത്? അന്ധമായിട്ടുള്ള രാഷ്ട്രീയമൊന്നും ഞങ്ങൾ എടുക്കാറില്ല. അപ്പോൾ നമ്മൾ ഇപ്പൊ തന്നെ നമ്മുടെ പുതിയ സർക്കാർ വന്ന് സ്വാഗതാർഹമാണ്. പ്രായമുള്ളവർക്ക് വേണ്ടി, വയസ്സായവർക്ക് വേണ്ടി ഒരു വകുപ്പ് തന്നെ വൃദ്ധജനങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ചിരിക്കും, നല്ല കാര്യം. അതുപോലെ നമ്മുടെ IT മേഖലയിൽ ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം നിയന്ത്രിക്കേണ്ടിരിക്കും. താങ്കൾ ഒരു കാര്യം ചിന്തിച്ചു നോക്കും, നമുക്ക് ഈ മൊബൈൽ ഫോൺ, ഈ വിഷ്വൽ മീഡിയ ഈ നമ്മുടെ സോഷ്യൽ മീഡിയ വരുന്നതിന് മുന്നേ നമ്മളൊരു സാധാരണ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ പടം പകർത്തുവാനായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ക്യാമറയാണ്, സ്റ്റുഡിയോയിൽ ഒരു ക്യാമറ. പഴയ കാലത്ത് നമ്മൾ ഈ ക്യാമറയായിട്ട് കൊണ്ടുവന്ന് ഏതെങ്കിലും വഴിയെ പോകുന്ന ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ കൂട്ടത്തെയോ ഒക്കെ നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കുമായിരുന്നു. അന്ന് നമ്മൾ അകത്താകും. അതുപോലെ തന്നെ ഇന്ന് പക്ഷേ ഈ മൊബൈൽ ഫോണിന് പക്ഷേ നിയന്ത്രണമില്ല. ആരെയും എവിടെയും വഴിയെ പോകുന്ന പെൺകുട്ടികൾ
എല്ലാവരുടെയും എടുക്കുക, ഒരു നിയന്ത്രണമില്ല, എവിടെയും കയറി എന്തും ചെയ്യാം ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നമ്മുടെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. നമുക്കിതിന് ലൈസൻസ് വെക്കാം. നമ്മളൊരു വാഹനം എടുത്താൽ ലൈസൻസ് വേണം, ഒരു വീട് വെക്കാൻ നമുക്ക് ലൈസൻസ് വേണം. ഒരാളൊരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ തീർച്ചയായും അവർക്ക് നിയമം അനുശാസിക്കുന്ന രീതിയിൽ നിബന്ധനകൾ വെച്ചുകൊണ്ട് അവർക്ക് ലൈസൻസ് ഉൾപ്പെടെ കൊടുക്കണം. ഏതെങ്കിലും ഒരു പ്രായപൂർത്തിയാകാത്ത കുട്ടി പോലും ഒരു ഫോൺ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അവനൊരു വ്ളോഗറായി മാറുകയാണ്. അവന്റെ തോന്നിയ രീതിയിൽ അവൻ അധിക്ഷേപിക്കുന്നു, മറ്റുള്ളവരുടെ കടമെടുത്തിട്ടാണ്, അവന് സ്വന്തമായിട്ട് ആശയമില്ല. ഇപ്പൊ തന്നെ നമ്മൾ സലീം കുമാറിന്റെ കാര്യം തന്നെ പറഞ്ഞു. വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന പല റീൽസിലും അദ്ദേഹത്തിന്റെ കണ്ടന്റുകളാണ് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്ളോഗർമാർക്കൊന്നും സ്വന്തമായിട്ട് ഐഡിയ ഇല്ല. അപ്പം ഇത്തരത്തിൽ ഇതിനൊക്കെ ഒരു സിസ്റ്റം വരേണ്ടിയിരിക്കുന്നു, ഒരു ലൈസൻസിങ് സംവിധാനം. നിങ്ങൾ നമുക്ക് ദൃശ്യമാധ്യമങ്ങളുണ്ട്, ദൃശ്യമാധ്യമങ്ങൾ ഒഴിച്ച് നിങ്ങൾ ചാനലുകൾ ഒഴിച്ച്, നേരത്തെ ഒരു സുഹൃത്ത് ഏഷ്യാനെ കുറിച്ച് പറയാൻ തെറ്റാണ്, എല്ലാ ചാനലുകളും ഔദ്യോഗികമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്, അല്ലാതെ ബ്ലോഗർമാരെ പോലെ പിടിക്കുന്നവരല്ല. ചാനലുകൾക്ക് 24 മണിക്കൂറും സംപ്രേഷണം ചെയ്യുവാനും എവിടെയും കടന്നു ചെല്ലാനുള്ള അധികാരമുണ്ട്, അത് ഗവൺമെന്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ഈ വ്ളോഗർമാരെയും അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസും നിയന്ത്രിക്കേണ്ടതായിട്ടുള്ള കാലം കഴിഞ്ഞു. IT വകുപ്പിന് തന്നെ പുതിയ ഭേദഗതികൾ, നിയമത്തിന്റെ പുതിയ ഭേദഗതികൾ കൊണ്ടുവരണം. അപ്പൊ എനിക്ക് ഒരു യൂട്യൂബ് ഗ്രൂപ്പ് ചാനൽ തുടങ്ങണമെങ്കിൽ, എനിക്കൊരു വ്ളോഗർ ആകണമെങ്കിൽ, എനിക്ക് എന്തെങ്കിലുമൊക്കെ റീൽസ് ഇടണമെങ്കിൽ എനിക്കൊരു ലൈസൻസ്, അതിന്റെ സാങ്കേതികത്വം എനിക്ക് അറിയത്തില്ല, നിങ്ങൾക്കൊക്കെ അറിയാൻ സാധിക്കും. അതിനൊക്കെ നിയമാനുസൃതമായിട്ടുള്ള ഒരു ലൈസൻസിങ് സംവിധാനം. എന്തായാലും അങ്ങനെ നിയമം കൊണ്ട് മാത്രം നിൽക്കുന്ന ഒരു കാര്യമില്ല. ഇതിപ്പോൾ വ്ളോഗർ ആകുന്നതിനോ ഒരാൾക്ക് അങ്ങനെ ചെയ്യുന്നതിനോ ഒന്നും തെറ്റില്ല. നല്ല രീതിയിൽ വ്ളോഗ് ചെയ്യുന്നവരും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരും ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരാരും ഇങ്ങനെ മരണ വീട്ടിൽ പോയി അവിടെ വരുന്ന നടിമാരുടെ ഇതും ചെയ്തുകൊണ്ടിരിക്കാറില്ല. കാരണം നമ്മൾ പുതിയ ഈ തരത്തിലുള്ള ആൾക്കാർക്കൊന്നും കൗൺസിലിംഗ് കൊണ്ട് മാറത്തില്ല. അവർക്കൊക്കെ നല്ല മാനസിക ചികിത്സയാണ് വേണ്ടത്. അവരൊന്നും ജീവിതാനുഭവങ്ങളില്ല. അവരിനി നാളെയും ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അവരെ അതുകൊണ്ടാണ് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ സംവിധാനം നമ്മൾ പുതിയ നിയമ സംവിധാനങ്ങൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞത്. നല്ലോണം ഇത് കൈകാര്യം ചെയ്യുന്നവരൊന്നും നമ്മളൊന്നും പറയുന്നില്ലല്ലോ. ഇതിന്റെ ഈ മനസാക്ഷി, ഇപ്പൊ ഈ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് മനസാക്ഷിയോ സ്നേഹമോ ലെവലേശം പോലും അവരുടെ മനസ്സിലില്ല. ഉണ്ടെങ്കിൽ അവരുടെ മരണ വീട്ടിൽ ഇങ്ങനെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ എല്ലാ ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ ചിലർക്കെങ്കിലും അത് ഞാൻ നോക്കട്ടെ, എന്തിനാ വാഹനം എടുക്കുമ്പോൾ ലൈസൻസ് വെച്ചിരിക്കുന്നത്? ലൈസൻസ് നമുക്ക് സ്വന്തം പൈസയ്ക്ക് വണ്ടി എടുത്ത് തോന്നിയാണ് ഓടിച്ചുകൂടെ? പറ്റത്തില്ല. ഇതിനൊക്കെ ഒരു നിയന്ത്രണം വേണം. ആ നിയന്ത്രണം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇൻഫ്ലുവൻസർമാർ ഇങ്ങനെ കൂടുന്നത്. അവർ എവിടെയും കയറി ക്യാമറ കൊണ്ട് എന്തും ചെയ്യുന്നത്. അതിന്റെ പരിണിത ഫലമാണ് ഇന്നലെ ഇവിടെ കണ്ടത്. ഇതിന്റെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്ന്. ശ്രീ ദിവാകരൻ, ഏത് ഔചിത്യബോധമുള്ള മനുഷ്യനും കണ്ടാൽ അംഗീകരിക്കാൻ കഴിയുന്ന നടപടിയല്ല ഇന്നലെ ആ സംസ്കാര ചടങ്ങിലുണ്ടായത്. അവിടേക്ക് 100 കണക്കിന് വരുന്ന ആളുകൾ മൊബൈലുമായി ഇടിച്ചു കയറുക, അവരെല്ലാവരും ലൈവ് വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിനകത്ത് ചിലപ്പോൾ ഉത്തരവാദിത്തോടുകൂടി മാധ്യമപ്രവർത്തനം നടത്തുന്ന വളരെ ചുരുക്കം പേരായിരിക്കും. പക്ഷേ മഹാഭൂരിപക്ഷം പേരും അങ്ങനെയുള്ള ആളുകളല്ല. ഇവർ ഒരു പബ്ലിക് ന്യൂസൻസായി മാറുകയാണ്. സാറേ, ഞാൻ സംസാരിച്ചിന്, പക്ഷേ ഞാൻ കേൾക്കേണ്ടിട്ട് വേണ്ടിയിട്ട് വെച്ചാവേ, ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് ഇറങ്ങിയതാണ്ടാ. സോറി കേട്ടാ, നേരത്തെ കുഴപ്പമില്ല ശ്രീ ദിവാകരൻ, താങ്കൾ എന്തായാലും നിൽക്കട്ടെ. ശ്രീ ഗോപേഷാണ് അയിരൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഗോപേഷ്, താങ്കൾ എന്ത് ചെയ്യുന്നു? സാറേ, ഞാൻ ഈ ഓൾ കേരള ടാക്സി അസോസിയേഷന്റെ ഈ കരുണ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ഏതാണ് കരുണ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ടാക്സി. ശരി, ഓക്കെ. എന്തായാലും താങ്കൾ ടാക്സിയൊക്കെ ഓടിക്കുന്നതിനിടയ്ക്ക് ഒരുപാട് ഇത്തരം കാര്യങ്ങളൊക്കെ കാണുകയും വാർത്തകൾ കാണുകയും ഒക്കെ ചെയ്യുന്ന ആളുകളായിരിക്കുമല്ലോ നിങ്ങളുടെ ഇടവേളകളിലൊക്കെ. അപ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ ഇത്തരം മരണച്ചടങ്ങുകളിലൊക്കെ? അത് പ്രത്യേകിച്ച് ആരെങ്കിലും ഒരു സെലിബ്രിറ്റി മരിച്ചാൽ അവരുടെ ഭാര്യയ്ക്കോ മക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ ആ മൃതശരീരത്തിനടുത്തൊന്നും നിന്ന് കരയാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അതിലേക്ക് നുഴഞ്ഞു കയറേണ്ട കാര്യമുണ്ടോ? സാറേ നമസ്കാരം. ഞാൻ ഇന്നലത്തെ ആ ഒരു സംഭവം ഞാൻ കണ്ടപ്പോൾ സത്യത്തിൽ സാറേ വളരെ ഒരു വിഷമം തോന്നിയൊരു ഘട്ടമാണ്. കാരണം നമ്മുടെ ഈ മലയാള സിനിമാ രംഗത്ത് ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ വിയോഗം തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. പക്ഷെ അദ്ദേഹത്തെ മരണാനന്തര ചടങ്ങ് പോലും അദ്ദേഹത്തിന് അവരുടെ കുടുംബാംഗങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മാറിയിരിക്കുകയാണ്. സാർ, അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഒക്കെ മുഖ്യധാരാ പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകരൊക്കെ ഒരുപാട് ന്യൂസുകൾ അദ്ദേഹത്തെ കുറിച്ച് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിൽ ഈ ഒരു മൊബൈൽ തൂക്കി പിടിച്ചുകൊണ്ട് കുറെ, ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ വായിൽ നല്ല വാക്കുകൾ വരുന്നില്ല, പക്ഷെ ഒരുപാട് ജനങ്ങൾ ഇത് കേട്ടോണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ അതേ രീതിയിൽ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. സാർ, ഇങ്ങനെയുള്ള രീതി ഇതിന് തൊട്ട് മുമ്പുള്ള ഒരു സുഹൃത്ത് സംസാരിച്ചു, ഇവർക്കൊക്കെ ലൈസൻസ് വേണമെന്നുള്ളത് സത്യമാണ് സാർ അദ്ദേഹം പറഞ്ഞത്. ഇതിനൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാകണം കേരളത്തിൽ.
കാരണം ഇതുവരെ ഇപ്പൊ ഇവിടുത്തെ ഒരു മൊബൈൽ എടുത്ത് വെച്ചിട്ട് കൊച്ചു കുട്ടികൾ പോലെ ഈ മൊബൈൽ എടുത്തുകൊണ്ട് ഇവരുടെ റീൽസ് ഉണ്ടാക്കും. ഇപ്പൊ എറണാകുളം ബേഡ് സൈഡിൽ ഓരോരുത്തരുടെ പേരെടുത്ത് ഞാൻ പരാമർശിക്കുന്നില്ല, റീൽസ് ഉണ്ടാക്കി നമ്മുടെ ഓരോ വീടുകളിൽ ഇപ്പൊ എല്ലാവരും മൊബൈൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊച്ചു കുട്ടികൾ ഇതിനെ കണ്ടിട്ട് അവർക്ക് എന്ത് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലുള്ള ഒരു മെസ്സേജാണ് സാർ ഇവന്മാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വൃത്തികെട്ട രീതിയിലുള്ള റീൽസുകളാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കഴിഞ്ഞിടയിൽ തന്നെ ഒരു സംഭവം ഉണ്ടായി, റീൽസ് കാണിച്ച് മൊബൈലും എടുത്തുകൊണ്ട് ഒരു വെള്ളച്ചാട്ടം കാണിച്ചു. സാർ എത്ര കുട്ടികളുടെ ജീവനാണ് സാർ അവിടെ പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ ഏറ്റവും ഹൈലൈറ്റ്സ് കാണിച്ചുകൊണ്ട് അതിന്റെ ഏറ്റവും നിർണായകമായ കുറെ സ്ഥാനങ്ങൾ മാത്രം കാണിച്ചുകൊണ്ട് ഇവരെ ആൾക്കാരെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യുകയാണ്, ഇവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി. ഇവർക്ക് കാശ് കിട്ടാൻ വേണ്ടി മറ്റുള്ളവരുടെ ജീവൻ ബലിയാടാക്കുവാണ് സാർ ഇവരെയൊക്കെ സത്യം പറഞ്ഞാൽ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്നു. എന്റെ മുമ്പിൽ വന്നത് സത്യം പറയും സാർ, ഇവന്മാരുടെ മോന്തയം തല്ലി പൊട്ടിക്കും. എന്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു ടാക്സി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞങ്ങളുടെ ഇടയിൽ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് അതിന്റെ കൃത്യമായ രീതിയിലുള്ള മറുപടി കൊടുക്കാറുണ്ട്. ചിലപ്പോൾ കയ്യേറ്റം ചെയ്യണമെങ്കിൽ കയ്യേറ്റം ചെയ്യാറുണ്ട്. നല്ല നല്ല റീൽസുകൾ ചെയ്യുന്നവരുണ്ട് സാറേ, ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. ഇന്നലത്തെ ആ ചന്തുവിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ മകന്റെ ആ അച്ഛന്റെ വിയോഗം അദ്ദേഹം ഏറ്റവും സഹികെട്ടപ്പോഴാണ് അദ്ദേഹം പ്രതികരിച്ചത്. അപ്പൊ അതിന്റെ സോഷ്യൽ മീഡിയക്കാരുടെ കമന്റിന്റെ അടിയിൽ എന്ത് അദ്ദേഹം കഞ്ചാവ് അടിച്ചിരിക്കുകയാണ്, അത് ബ്രൗൺ ഷുഗർ മറ്റേതാണ്. സാറേ അത് ചന്തുവിനെ കുറിച്ച് ആരെങ്കിലും അങ്ങനെ പറയൂ? അദ്ദേഹത്തിന്റെ പരിസരത്തുള്ള ആൾക്കാർ അങ്ങനെ പറയും. ഒരച്ഛന്റെ വിയോഗമാണ്, വിയോഗത്തിൽ നിൽക്കുന്നവനെ അവൻ അതിന് പ്രതികരിച്ചതിന് ആ ചന്തുവിനെ ഇത്ര നിഷ്ക്രിയമായ രീതിയിലുള്ള കമന്റുകൾ ഈ കമന്റുകൾ ഇട്ടെന്നുള്ളതാണ്. സാർ അവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. അവർ സ്വന്തം കാശുണ്ടാക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ ജീവിതം തകർക്കുകയാണ് സാർ ഇവര്. ഇതിനാണ് പറയുന്നത്, മുമ്പ് അദ്ദേഹം പറഞ്ഞ പോലെ ഇതിനൊരു ഒരു ഇടപെടൽ തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഇവര് തന്നെ ഒരിക്കലും ഇവിടുത്തെ സെലിബ്രിറ്റികളായുള്ള സ്ത്രീകള് അവരുടെ പുറകെ പോയി അവരുടെ ചില സ്വകാര്യ ഭാഗങ്ങൾ മാത്രം അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് ഇവര് എന്തൊക്കെ കമന്റാ കൊടുക്കുന്നത്, അതിന് എന്തുമാത്രം അതായത് നെഗറ്റീവ് കമന്റ്സ് കൊണ്ട് മാത്രം ഇവര് കാശുകൾ സമ്പാദിക്കുകയാണ്. അതെങ്കിൽ പിന്നെ ഇവരുടെ വീട്ടിൽ അവരുടെ അമ്മയും അച്ഛനും പെങ്ങന്മാരൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ എടുത്തിട്ട് ഇവന്മാർക്ക് കാശുണ്ടാക്കിയാൽ പോരെ. എന്തിന് സെലിബ്രിറ്റികളുടെ പുറകെ പോകുന്നത്? ഇതിനു വേണ്ടി കുറച്ച് പെണ്ണുങ്ങൾ തുനിഞ്ഞിറങ്ങിയിട്ടുകൊണ്ട് സാർ ഇതുപോലെ കുറച്ച് മൊബൈലും കൊണ്ട് കുറെ നാറികൾ ഈ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് സാർ. ഇവർക്കൊക്കെ തക്കതായ ശിക്ഷയാണ് കൊടുക്കേണ്ടത്. സംസ്ഥാനത്തുള്ള സർക്കാരിന് ഇതിന് അധികാരം അല്ല, അവർ ഇതിന്റെ ഇടപെട്ടില്ലെങ്കിൽ സമൂഹത്തിലുള്ള കയ്യൂക്കുള്ള ആണുങ്ങളുണ്ട് സാറേ. ഞങ്ങളെപ്പോലുള്ള ടാക്സി തൊഴിലാളികളും അതുപോലെ ഞങ്ങളെപ്പോലുള്ള കുടുംബാംഗങ്ങളും കുടുംബനാഥന്മാരും ഇവന്മാർക്ക് നേരെ കയ്യേക്കം ഉണ്ടാവുന്നു. പിന്നെ അതിന്റെ കേസും നമുക്ക് കയ്യേറ്റം ചെയ്തതല്ല പരിഹരിക്കേണ്ടത്, അത് മറ്റൊരു കാര്യം. താങ്കളുടെ വികാരം പക്ഷേ അങ്ങനെ കയ്യേറ്റം ചെയ്യുന്ന അർത്ഥത്തിലല്ല പറയുന്നതെന്ന് മനസ്സിലായി. അങ്ങനെയൊക്കെ ഇവർ ചെയ്യുന്ന ഒരു മരണ വീട്ടിൽ വന്നാൽ അവിടെ വരുന്ന സെലിബ്രിറ്റി ആണെങ്കിൽ ആ സ്ത്രീകൾ നടന്നു പോകുന്നത് കാണുമ്പോൾ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മറഞ്ഞില്ലെങ്കിൽ അവിടേക്ക് സൂം ചെയ്തിട്ട് ഇത് കണ്ടോ എന്ന് പറഞ്ഞ് റീൽസ് ഉണ്ടാക്കി ഇടുന്ന നിരവധി ആളുകൾ, അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾക്കും തെറി പറയുന്ന ആളുകൾക്കൊക്കെ വലിയ രീതിയിൽ വ്യൂവേഴ്സ് ഉള്ളതാണ്. അവരൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ അവർ പിറ്റേന്ന് പറയുന്ന ആളുകളെ തെറി പറഞ്ഞ് കൊല്ലുന്ന ആളുകൾ കൂടിയാണ് എന്നത് നമുക്കറിയാം. അവരെയൊക്കെ നിയന്ത്രിക്കേണ്ടത് തന്നെ ആവശ്യമാണ്. ശ്രീ നസീറാണ് തൊടുപുഴയിൽ നിന്ന്. ശ്രീ നസീർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു മരണവീട്ടിൽ സാമാന്യ മര്യാദയുള്ള ഏത് മനുഷ്യനും പാലിക്കുന്ന ചില മര്യാദകളുണ്ട്. അത് നമ്മളുമായി ഒരു ബന്ധമില്ലാത്ത ഒരു മരണവീട്ടിൽ പോയാലോ, അല്ലെങ്കിൽ ഇയാൾ മരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് മരിച്ചതെങ്കിൽ പോലും അവിടെ ചെല്ലുമ്പോൾ മനുഷ്യൻ എന്ന രീതിയിൽ പാലിക്കുന്ന ചില മര്യാദ. ആ മര്യാദ ഇല്ലാത്ത പ്രവർത്തനത്തെ എന്താണ് കാണിക്കുന്നത്? ഞാനൊരു റിക്വസ്റ്റ് പറയട്ടെ. പറഞ്ഞോ. നിലവില് ചാനലുകാര് എത്ര ആൾക്കാരുണ്ടായിരുന്നു അവിടെ? ഒന്ന് ചോദിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തുടക്കത്തിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. ചാനൽ ഒരു 20-25 ക്യാമറകൾ അവിടെ ഉണ്ടായിരുന്നു. ചാനലുകളുടെ ക്യാമറകൾക്ക് വെക്കാൻ പ്രത്യേകമായ സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്താണ് മഹാഭൂരിപക്ഷം വരുന്നത്. നമ്മളുടെ ഭാഗത്തു നിന്നും ചില വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം അവിടെ നിന്ന് ആ ചാനൽ ക്യാമറമാന്മാരും ഫോട്ടോഗ്രാഫർമാരും ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഈ മുന്നിൽ നിൽക്കുന്ന കുറേയേറെ ഈ ബ്ലോഗർമാരും യൂട്യൂബേഴ്സും ഒക്കെ ഉണ്ട്. അവരൊക്കെ എല്ലാവരും സ്റ്റിക്കിന്റെ അറ്റത്ത് മൊബൈൽ പിടിച്ച് ഉയർത്തിപ്പിടിച്ചേക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഈ ദൃശ്യങ്ങൾ കിട്ടാത്ത അവസ്ഥ വന്നപ്പോൾ അവരും ഈ തെക്കിന്റെയും തിരക്കിന്റെയും ഒക്കെ ഭാഗമാകേണ്ടി വന്നു. അതും ഒരു വീഴ്ചയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്, ഞങ്ങളുടെ വീഴ്ച അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിമർശനം ഉന്നയിച്ചത്. അത് വീഴ്ചയല്ല, നമ്മളിത് ഒരു പൊതുവായ ചർച്ചയ്ക്ക് എടുക്കുന്ന തെറ്റ് തന്നെയാണ് എല്ലാവരും വന്നത്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് മാധ്യമപ്രവർത്തകരും ശ്രദ്ധിക്കണം, അത്തരം ശ്രദ്ധ വേണം എന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. ഇന്നലെ അതിന്റെ പേരിലായാൽ പോലും അങ്ങനെ ഉണ്ടാവരുത്, അത് ഉണ്ടാവാതിരിക്കാൻ ഭാവിയിൽ, അല്ലെങ്കിൽ ഞങ്ങളടക്കം പഴി കേൾക്കേണ്ടി വരും. ഇപ്പൊ തെറി കേൾക്കുന്നത് അതുകൊണ്ടാണല്ലോ. അത് നിലവിൽ എന്നാ വെച്ചാൽ നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വരെ അവിടെ ഉണ്ട്. അപ്പൊ അതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ വരും. താങ്കൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? നിലവിൽ എന്നാ വെച്ചാൽ നമ്മുടെ ചാനലിന്റെ ആൾക്കാര് നിങ്ങൾക്ക് പ്രത്യേക സ്ഥലം തന്നാ പറഞ്ഞത്, എനിക്ക് അറിയത്തില്ല, ഞാൻ TV കണ്ടതേ ഉള്ളൂ. നിങ്ങൾക്ക് TV നോക്കിയാൽ ചില ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. ചാനൽ ക്യാമറകളെല്ലാം ഒരു സ്ഥലത്ത് കൃത്യമായി ഇരിക്കുന്നത് കാണാം. മഹാഭൂരിപക്ഷം ക്യാമറകളോടെ നിലവിലെ
എന്റെ വീട്ടിൽ കറണ്ടില്ല, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് നിങ്ങൾ കാണിക്കുന്ന ഇത് കാണാറുന്നു. ഇപ്പൊ ദാണ്ട കാണിക്കുന്നുണ്ട്, ദൃശ്യം കാണാം. അതിന്റെ ഈ കറണ്ടില്ല. താങ്കൾ മൊബൈൽ നോക്കിയാൽ മതി. ഇപ്പോൾ പറയുന്ന ദൃശ്യത്തിൽ വളരെ കൃത്യമായി കാണാം. ചാനൽ ക്യാമറകളെല്ലാം ഈ ആളുകൾ നിൽക്കുന്നതിന്റെ പുറത്ത് ഒരു ഭാഗത്ത് നിരന്ന് തന്നെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭൂരിപക്ഷം ക്യാമറകളും അങ്ങനെ തന്നെയാണ്. 1-2 പേരൊക്കെയാണ് അത് തെറ്റിച്ച് മാറി നിന്നത്. പക്ഷേ അടുത്ത് നിന്ന് മഹാഭൂരിപക്ഷം പേരും ഈ പറയുന്നത് പോലെ ഈ മൊബൈലുമായി നിന്ന ആളുകളാണ്. ഹലോ, സ്ഥലത്തിന്റെ പരിമിതി ഉണ്ടോ? ഏത് സ്ഥലത്തിന്റെ പരിമിതി ഉണ്ടായാലും ഇല്ലെങ്കിലും ഒക്കെ അവിടെ സ്ഥല പരിമിതിയുള്ള സ്ഥലമാണ്. പക്ഷെ അത് ഉണ്ടായാലും ഇല്ലെങ്കിലും അവിടെ പാലിക്കേണ്ട ഒരു മര്യാദ ഉണ്ടല്ലോ. അതൊക്കെ ഉണ്ട്. അത് നമ്മള് നോക്കേണ്ടതാണ്. പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് നിയന്ത്രിക്കാനും സാധിച്ചൊന്നുമില്ല. നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആളുകൾ ചിലപ്പോൾ ഈ തരത്തിൽ ക്ഷുഭിതരാകും. അപ്പൊ അത് അംഗീകരിക്കണം. അതെ. ആ കൊച്ച് പയ്യനെതിരെ തെറി പറയുകയല്ല വേണ്ടത്. അല്ല, അതിന് ആ പയ്യനെതിരെ തെറി പറയുകയല്ല വേണ്ടത്. മോശമല്ല, അതൊക്കെ മോശമല്ല. അവന്റെ അച്ഛൻ മരിച്ച് എന്റെ ഒരു ഇത് ബുദ്ധിമുട്ടില്ല. അവനൊന്ന് കാണാൻ വരെയുള്ള സൗകര്യം തിക്കും തിരക്കും കണ്ടവരാണ് വീണ്ടും അവിടെ കയറി ചെല്ലുന്നത്. അതെ, അങ്ങനെ നിന്നവരും ഉണ്ടായിരുന്നു. ഈ ഇതിനൊപ്പം തന്നെ ഇവർ സെലിബ്രിറ്റികളായതുകൊണ്ട് ഇതിന്റെ ഏറ്റവും മുന്നിൽ കയറി നിന്നാൽ ചാനൽ ക്യാമറയിൽ വരും എന്ന് കണ്ടുകൊണ്ട് അവിടെ തന്നെ മാറാതെ മണിക്കൂറുകളോളം നിന്ന ചില മഹാന്മാരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അതും നമുക്ക് നിഷേധിക്കാനൊന്നും കഴിയില്ല. ഏതെങ്കിലും പ്രധാനപ്പെട്ട ആളുകൾ മരിച്ചാൽ പിന്നെ നേരെ അവരുടെ മൃതദേഹത്തിന്റെ തൊട്ടടുത്ത് വന്ന് അനിയനാണ് ചേട്ടനാണെന്നുള്ള മട്ടിലാണ് അവരുടെ നിപ്പൊക്കെ ചിലരുടേത്. നിലവിൽ നമുക്ക് ഇതിനകത്തൊരു മാറ്റം വരുത്താൻ നിങ്ങളെ പോലെയുള്ളവർക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരം ഒരു ചർച്ച എടുത്തത്. നസീർ, മാധ്യമങ്ങൾക്കടക്കം ഇക്കാര്യത്തിൽ വീഴ്ച ഉണ്ടെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത്തരം ഒരു ചർച്ച എടുത്തത്. ഇക്കാര്യത്തിൽ ഒരു മാറ്റം അനിവാര്യമാണ്, അല്ലെങ്കിൽ നാളെ നാട്ടുകാർ തെറി വിളിക്കും. അതിപ്പോ എന്താന്ന് പറഞ്ഞാലും നമുക്ക് അതിനകത്ത് മറ്റുള്ള ആ കുടുംബത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടായി ശരിക്കും ഇന്നലെ. അതെ, അത് നമ്മള് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരി, ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഓരോ കാലം മാറി എന്ന് കരുതി ഈ മനുഷ്യർക്ക് ഒരു സ്ഥലത്ത് ചെന്നാൽ പാലിക്കേണ്ട ഒരു മിനിമം മര്യാദ ഉണ്ടല്ലോ. അതായത് പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണറിന് വേണ്ടിയിട്ട് അവർ വന്നിട്ട് പോലും അവർക്ക് നിൽക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ലാത്ത കാരണം കൊണ്ടാണ് അദ്ദേഹം പ്രതികരിച്ചതിൽ തെറ്റില്ല. സാർ, മറ്റൊരു കാര്യം കൂടെ പറയട്ടെ സാർ. ഈ ക്യാമറക്കാരുടെയും ഈ മൊബൈലുകാരുടെയും അതേസമയം മാധ്യമങ്ങൾ എന്ന് വെച്ചാൽ പ്രത്യേക സ്ഥലത്ത് മാറി നിന്നിരുന്നു, അത് വ്യക്തമായിട്ട് കാണാം സാർ. ഒരു വിവാഹം കാണാൻ പോയി കഴിഞ്ഞാൽ ആ ജീവിതകാലം മുഴുവൻ നിൽക്കുന്ന ആ താലികെട്ട് കാണാനാണ് സാർ പലരും എന്താണെന്ന് വെച്ചാൽ വളരെ ത്യാഗം ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് അവിടെ എത്തുന്നത്. പക്ഷേ ക്യാമറക്കാരുടെയും മൊബൈലുകാരുടെയും ചന്തി കണ്ടിട്ട് പോരേണ്ട അവസ്ഥയാണ് സാർ ഇപ്പം ഉള്ളത്. അതേപോലെ തന്നെയാണ് സാർ ഇതും. ഏതായാലും എന്ന് വെച്ചാൽ സ്വയം അവരവർ തന്നെ നിയന്ത്രിച്ചാലേ പറ്റുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. പലപ്പോഴും വിവാഹ ചടങ്ങുകൾക്കൊക്കെ പോകുമ്പോൾ ചില വിവാഹങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായി ക്യാമറ സൈഡിലൊക്കെ നിന്ന് ആളുകൾ കാണാൻ അവസരവും എടുക്കും. അല്ലെങ്കിൽ പല ചടങ്ങുകളിലും പോകുമ്പോൾ പലപ്പോഴും ഈ പറയുന്നത് പോലെ ക്യാമറാമാന്മാരുടെ പിൻഭാഗം കണ്ടിട്ട് അതിഥികൾക്ക് മടങ്ങിപ്പോകേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. ശ്രീ രാധാകൃഷ്ണനാണ് നെടുമങ്ങാട് നിന്നാണ്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് ഇത്തരത്തിലുള്ള ഒരു മാധ്യമപ്രവർത്തനം എന്നതിൽ പറയാമോ എന്നെനിക്കറിയില്ല. പക്ഷേ മാധ്യമപ്രവർത്തനം പറയാതിരിക്കാനും കഴിയില്ല. സെലിബ്രിറ്റി സലീം കുമാറിന്റെ ചടങ്ങ് ഞാൻ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പറഞ്ഞോളൂ. ഹലോ. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി അവിടെ വന്നിരുന്നു. ഇതിന് പൊതു ചടങ്ങല്ല, ഒരു സർവസംസ്ഥാന ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നതാണ്. അവിടെ ഒരു കോൺഗ്രസിന്റെ നേതാവ് ഒരു ഷാള് കൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി അണിയാണ്ട് വന്നപ്പോൾ അത് വേറെ വിഷയം. പക്ഷെ ആ നേതാവ് മനസ്സിലാക്കണ്ടേ ഒരു പൊതു ചടങ്ങല്ല. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ടാണ് അത് നമുക്ക് ഇതിൽ പറയും. ഓക്കെ, ശരി. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? ഇല്ല, നമ്മളെ ഒരു മരിച്ച വീട്ടിൽ പോകുമ്പോൾ അത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. കാര്യം നമ്മൾ ആളാകാൻ വേണ്ടി നിൽക്കുമല്ല വേണ്ടത്. ചിലപ്പോൾ ഞാൻ ഒരു കാലത്ത് ഞാൻ ഈ ദൃശ്യമാധ്യമങ്ങളെ എന്നും ഈ ന്യൂസ് ചാനൽ എന്നും കാണുന്ന ആളാണ്. വേറെ ചാനൽ പരിപാടിയൊന്നും കാണില്ല. അതുപോലെ തന്നെ ഞാൻ ആശ്രയിക്കേണ്ടതായിരുന്നു ഈ ഓൺലൈൻ മാധ്യമങ്ങളാണ്. ഇപ്പൊ കുറച്ചു കാലങ്ങളായിട്ട് ഞാൻ പേര് വളർന്നുകൊണ്ട് ഒരു ITV ന്യൂസ് മറ്റൊരു ഒരു വ്യക്തി, അയാൾ ആരെക്കൊണ്ട് എന്തും പറയാനുള്ള അവസ്ഥയായിട്ടുണ്ട്. വളരെ വളരെ ഈ സതീശെ കൊണ്ട് ഈ അടുത്ത കാലത്തായിട്ട് അയാൾ ഏതെല്ലോ പെണ്ണുങ്ങളെ പിന്നെ ശബ്ദം എത്തുകൊണ്ട് എന്തൊക്കെയോ കാണിക്കുക. ഇത്ര ആൾക്കാർ അടിയന്തരമായിട്ടും നിയമം മൂലം അല്ലെങ്കിൽ ജനങ്ങൾ കൈകാര്യം നിരോധിച്ചേ പറ്റൂ. കാര്യം കുറച്ച് ഇതൊന്നുങ്ങളല്ലേ ആ ITV ന്യൂസ് ഞാൻ ഈ അടുത്ത കാലത്ത് ഏറ്റവും വെറുക്കപ്പെട്ട ചാനല.
ആ രാഹുൽ മാങ്കുത്ത് വിഷയം വന്നപ്പോൾ ആ പുള്ളി 250 ദിവസമായിട്ടാണ് ഇത് മാത്രം, വേറെ വിഷയമില്ല പുള്ളിക്ക്. ഇതൊക്കെ വലിയ പൈസ വാങ്ങി ചെയ്യുന്ന പരിപാടി. അങ്ങനെയുള്ള കുറെ യൂട്യൂബർമാരെ അടിയന്തരമായിട്ട് നിയന്ത്രിക്കണം. അത് ഗവൺമെന്റ് അതിന് പുതിയ നിയമ ഭേദഗതി ചെയ്താൽ പോലും. ഉദ്ദേശിച്ചത് ആരെയാണ് എന്ന് എനിക്കറിയില്ല ശ്രീദാസൻ. ITY ന്യൂസ് ചങ്ങായിണ്ട്. ആയിക്കോട്ടെ, പോട്ടെ. നമുക്ക് ഇപ്പൊ ആരെയും വ്യക്തിപരമായി ഇപ്പൊ ഒരാളുടെ മാത്രം പ്രശ്നമല്ല, വ്യക്തിപരമായി പിന്നെ പറയില്ല. ഞാൻ ചെക്കവരുടെ ആളെ പേര് പറഞ്ഞ സുനിൽ മാത്യു, അവന്റെ പേര്. ശ്രീദാസൻ, നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. അങ്ങനെ പലതരത്തിലും പല ചെയ്യുന്ന ആളുകളെ കൊണ്ട് അവർ വിയോജിപ്പുള്ളവരും അനുകൂലിക്കുന്നവരൊക്കെ ആണ്. അത് പോട്ടെ. നമുക്ക് ഈ വലിയ ഈ തെറി പറയുന്ന, സ്ഥിരമായി തെറി മാത്രം പറയുന്ന ആളുകൾക്ക് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആരാധകരൊക്കെ ഉള്ള നാട് കൂടിയാണ് നമ്മുടേത്. അപ്പോൾ നമുക്ക് അതൊന്നും അതെ അത് തന്നെയാണ് വേണ്ടത്. ശരി, നമുക്ക് മറ്റൊരു പ്രശ്നം കൂടി. നസീറാണ് തൊടുപുഴയിൽ നിന്നാണ്. അതിനു മുമ്പ് ഈ കേരള പോലീസിൻ്റെതായ ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു കുറിപ്പുണ്ട്. നമുക്കത് പ്രധാനമാണ്, അത് വായിക്കേണ്ടതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആ കുറിപ്പ് ഞാൻ വായിക്കാം. മറ്റൊരാളുടെ ജീവിതത്തിലേക്കും സ്വകാര്യതയിലേക്കും മൊബൈൽ ക്യാമറകൾ കൊണ്ടുചെല്ലുന്നവർ അറിയാനാണ്. മനുഷ്യന്റെ ദുഃഖവും മരണവും നാടിന്റെ പ്രതിസന്ധിയും അപകടങ്ങളും ഒക്കെ ചിലർക്ക് സമൂഹ മാധ്യമങ്ങൾ കാഴ്ചക്കാരെ കൂട്ടാനുള്ള ഉപാധികളായി മാറുന്നു. അനാവശ്യ ഇടപെടലുകളും സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റവും മനുഷ്യന്റെ അടിസ്ഥാന അവകാശങ്ങളോടും സ്വാതന്ത്ര്യത്തോടുമുള്ള വെല്ലുവിളിയാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വകാര്യതയ്ക്കുള്ള അവകാശം, റൈറ്റ് ടു പ്രൈവസി, മൗലിക അവകാശമാണ് എന്നത് ഓർമ്മ വേണം. ഒരാളുടെ അനുമതിയല്ലാതെ അയാളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് നിയമ നടപടി കാരണമാകാം. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 സെക്ഷൻ 66E പ്രകാരം ഒരാളുടെ സ്വകാര്യത ലംഘിച്ച് ചിത്രങ്ങളോ വീഡിയോയോ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് എന്നത് കേരള പോലീസ് അറിയിക്കുന്നു. ഈ വകുപ്പ് പ്രകാരം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കുറച്ച് ആളുകൾക്കെതിരെയെങ്കിലും കേരള പോലീസ് കേസുകൂടി എടുത്തിരുന്നെങ്കിൽ ഇതിൽ ഒരു പരിധിവരെയെങ്കിലും കുറവുണ്ടാകുമായിരുന്നു എന്ന് തോന്നി. ഈ കാര്യം എന്തായാലും ഓർമ്മിപ്പിക്കാനെങ്കിലും തയ്യാറായ കേരള പോലീസ് എന്തായാലും ഈ സമയത്ത് കൊള്ളാം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നമുക്ക് എന്തായാലും ഈ വിഷയത്തിൽ കുറേയേറെ യൂട്യൂബിലെ കമൻറ്റുകൾ കൂടി വന്നിട്ടുണ്ട്. നമുക്ക് വേഗത്തിൽ ആ യൂട്യൂബ് കമൻറ്റുകൾ കൂടി നോക്കണം. കാരണം ഇത് ആളുകൾക്ക് വലിയ പലരും നേരിടുന്ന ഒരു വിഷയം തന്നെയാണ്. പലരും പല തവണയായി അനുഭവിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. ഇങ്ങനെ മരണവീടുകളിലൊക്കെ വന്ന് കണ്ടന്റിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ പേരിൽ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നത്. ശ്രീ ഷിജു കിരിയത്ത് നമസ്കാരം പറയുന്നു. യു ഗൈസ് ഫ്രം ദി മെയിൻ മീഡിയ ആൻഡ് KUWJ ഷുഡ് കം ഫോർവേഡ് ടു കൺട്രോൾ ദിസ് ആസ് വി സ്റ്റിൽ ഹാവ് ട്രസ്റ്റ് ഓൺലി ഇൻ മെയിൻ മീഡിയ എന്ന് പറയുന്നു. എന്തായാലും അത് പ്രധാനപ്പെട്ടത് തന്നെയാണ്. പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളും പത്രപ്രവർത്തക യൂണിയനും KUWJ ഒക്കെ ഇക്കാര്യത്തിൽ ഗൗരവമായ ഉത്തരവാദിത്തോടു കൂടി ഇടപെട്ട് തിരുത്തേണ്ടത് തന്നെയാണ്. ഇക്കാര്യത്തിൽ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ചകളും അല്ലെങ്കിൽ ഭാവിയിൽ ഈ മാധ്യമ സ്വാതന്ത്ര്യം നിലനിൽക്കാൻ വേണ്ടി അത്തരം ഇടപെടലുകൾ നടത്തേണ്ടത് തന്നെയാണ്. താങ്കളത് ഗൗരവത്തോടെ ചൂണ്ടിക്കാണിക്കുന്നു. നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. സുൽകുമാറും മുരളീധരനും ഒക്കെ നമസ്കാരം പറയുന്നുണ്ട്. മറ്റൊന്ന് എനിക്ക് തോന്നുന്നു കൃഷ്ണൻകുട്ടി മണിമലയായിട്ടുള്ള ചർച്ചകളുമൊക്കെ ഇതിനിടയിൽ നടക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ശശിധരൻ പിള്ളയെ നമസ്കാരം പറയുന്നു. മരണമുണ്ടാകുമ്പോൾ മോശം കമൻ്റ് ഇടുന്നവർ ഒന്ന് മനസ്സിലാക്കുക, എല്ലാവർക്കും മരണമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ. പിന്നെ MDMAയും കള്ളും കഞ്ചാവ് പഠിച്ച് നടക്കുന്നവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നു. ശരിയാണ്. കുറേ യൂട്യൂബുകാരും സലീം കുമാറിൻ്റെ മകൻ പറയുന്ന വീഡിയോ ഇട്ട് കാണിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അതോടെ മലയാളികളുടെ വിവേകവും തിരിച്ചറിവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ കാലത്ത് പുതിയ അനുഭവം എന്ന് VC തോമസ് ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോൾ ഒരു അപകടം നടന്നാൽ ആദ്യം വീഡിയോ, പിന്നെ ഹോസ്പിറ്റൽ. വേദനയോട് പൊളയുന്നവൻ്റെ വീഡിയോ എടുത്ത് രസിക്കുന്നവരെ പറ്റി എന്ത് പറയാൻ. അത് എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ഇപ്പോൾ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. മറ്റേത് ഒരാൾക്ക് അപകടം ഉണ്ടായാൽ ആ രക്തം പൊട്ടി ഒഴുകുന്നുണ്ടെങ്കിൽ ആ രക്തത്തിൽ മൊത്തം സൂം ചെയ്തുള്ള വീഡിയോ ആയിരുന്നു. ഇപ്പോൾ അത്തരം വീഡിയോ ഒക്കെ ഈ യൂട്യൂബൊക്കെ നിരോധിച്ചത് കാരണം, അത് ഉപയോഗിക്കാൻ കഴിയാത്ത കാരണം അതിലൊരു ചെറിയ ആശ്വാസം ഇപ്പോൾ എന്തായാലും ഉണ്ട്. അല്ലെങ്കിൽ അപകടപ്പെടുന്നവരെ പരമാവധി എത്ര സമയം അവിടെ കിടത്തി ചോര ഒലിപ്പിക്കാമെന്നുള്ളതിലായിരുന്നു ഈ ഇത്തരം ആളുകൾക്ക് താല്പര്യം. മാധ്യമങ്ങൾ, ഓൺലൈൻ മാധ്യമങ്ങൾ, എല്ലാ മാധ്യമങ്ങളുടെയും ഭാഗത്തു നിന്ന് അവിടെ തെറ്റുണ്ടായിരുന്നു എന്ന് ശ്രീ ഗൗതം ഞങ്ങളത് കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചല്ലോ. മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ച എന്താണെന്നതും ഞാൻ കൃത്യമായി ചൂണ്ടിക്കാണിച്ചു തന്നെയാണ്. അല്ലാതെ പൂർണ്ണമായും മാധ്യമങ്ങളെ ആകെ ന്യായീകരിച്ചൊന്നുമല്ല ഞാൻ സംസാരിച്ചത്. നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അതും തിരുത്തണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ലാതെ എപ്പോഴും ന്യായീകരിക്കുക എന്നുള്ളത് അല്ല ശീലം. അത് ശരിയല്ല. ഗൗതമിനോട് കൂടി അത് പറയുകയാണ്. മുഖ്യമന്ത്രിയെ കാണാൻ പോകുമ്പോൾ ഒരാൾ കണ്ടില്ലേ ചാൾ അണിയുന്നത്, അത് താങ്കൾ എന്തിനാ ഇപ്പോൾ അതല്ലല്ലോ പറയേണ്ടത്. ഗൗതത്തിൻ്റെ രാഷ്ട്രീയമായി ഇഷ്ടപ്പെടാത്ത ഒരാൾ മുഖ്യമന്ത്രി ആയതിൻ്റെ പേരിൽ അത് പറയേണ്ട കാര്യമില്ലോ. VC തോമസ് ഈ രീതിയിലുള്ള മാധ്യമപ്രവർത്തനം നടത്തിയത് കൊണ്ടാണ് പണ്ട് പിണറായി കടക്കുപുറത്ത് എന്ന് പറഞ്ഞത് എന്ന് പറയുന്നു. അതും ഇതുമായി ബന്ധമില്ല. ഈ രീതിയിലുള്ള മാധ്യമപ്രവർത്തനവും പിണറായി കടക്കുപുറത്ത് എന്ന് പറഞ്ഞതുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ല എന്നത് കൂടി അദ്ദേഹത്തെ അറിയിക്കുകയാണ്. ശശിധരൻ നായർ ഇന്ന് ഈ വിഷയം ചർച്ചയ്ക്കെടുത്ത് വളരെ ഉചിതമായി അതിൻ്റെ ന്യൂസ് എറ്റിനെ അഭിനന്ദിക്കുന്നു. KG കുമാർ പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുന്നു എന്ന് പറയുന്നു. സലീം കുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മുതൽ ഇതേവരെ സഖാക്കൾ അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ജയകുമാർ പറയുന്നു. അങ്ങനെ ഒന്നുമില്ല. ആരെങ്കിലും അവമാനിക്കുന്നുണ്ടെങ്കിൽ അവരെ ആരെയും സാധാരണ
ഒരാൾ മരണത്തിൽ കിടക്കുമ്പോൾ അയാൾ ഇനി ആരായിക്കോട്ടെ അങ്ങനെ അപമാനിക്കുന്നത് ശരിയല്ല. സലീം കുമാർ അങ്ങനത്തെ ഒരാളുമല്ല. അദ്ദേഹം ഒരു കലാകാരനായ ആളാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പറയുന്നത് കലാകാരന്മാർക്ക് രാഷ്ട്രീയം ഉണ്ടാകുന്നത് ഈ നാട്ടിൽ തെറ്റൊന്നുമല്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വെറുക്കപ്പെടേണ്ട ഒരു മനുഷ്യനല്ല സലീം കുമാർ എന്ന് മാത്രമല്ല മലയാളിയുടെ അഭിമാനമായ മനുഷ്യൻ തന്നെയാണ് സലീം കുമാർ, അത് സംശയമൊന്നുമില്ല. മഹിക്ക് പ്രശ്നം ഈ മരണസംബന്ധമായ വാർത്തകൾ എല്ലാ ചാനലും 24 മണിക്കൂർ സംപ്രേഷണം ചെയ്തതാണ്. കുറേ സഖാക്കൾ അന്തരിച്ച അതെന്താണെന്ന് എനിക്ക് കൃത്യം പുള്ളി പറഞ്ഞത് മനസ്സിലായില്ല. അവിടെ ഡ്യൂട്ടി ചെയ്യാൻ വന്ന പോലീസുകാരുടെ കടമുടങ്ങുള്ള അവസ്ഥ കണ്ടല്ലേ ചന്തുവിന് അങ്ങനെ പെരുമാറേണ്ടി വന്നതെന്ന് സലീം VA ചോദിക്കുന്നു. അമ്പാടി ചോദിക്കുന്നു, മുൻപൊക്കെ ഒരു നടനൊക്കെ മരിച്ചാൽ കുറച്ച് വീഡിയോ കാണിക്കും, ഇപ്പോൾ എല്ലാ ചാനലുകാരും രാവിലെ മുതൽ തുടങ്ങും ക്യാമറയുമായി മരിച്ച വീട്ടിലേക്ക്. ഇത് മാറണമെന്ന് പറയുന്നു. അതും ശരിയാണ് ശ്രീ അമ്പാടി. ഈ ഒരു സെലിബ്രിറ്റിയാണ് മരിച്ചെങ്കിൽ രാവിലെ മുതൽ രാത്രി വരെ അതിനേക്കാൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ രംഗത്തോ സാഹിത്യ രംഗത്തോ ആർക്കും മരിക്കുമ്പോൾ കിട്ടാത്ത ഒരു വലിയ മീഡിയ പബ്ലിസിറ്റി ഇപ്പോൾ ഇവർ കിട്ടുന്നുണ്ട്. അത് ശരിയാണോ എന്ന് മാധ്യമങ്ങളുമൊക്കെ ആലോചിക്കേണ്ടത് തന്നെയാണ്. അത് ഗൗരവത്തോടു കൂടി തന്നെ താങ്കളുടെ വിമർശനത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നു. ചാനലുകളും സോഷ്യൽ മീഡിയയും മാത്രമല്ല ഔചിത്യം കാണിക്കാത്ത അവിടെ ഡെഡ് ബോഡി കാണാൻ വരുന്നവർ ബോഡിയുടെ ചിത്രം മൊബൈൽ വാർത്ത കണ്ടപ്പോൾ ദുഃഖം തോന്നിയെന്ന് ശാന്തകുമാരി പറഞ്ഞു. അതും ശരിയാണ്. അവിടെ ഡെഡ് ബോഡിയുടെ അടുത്തേക്ക് വന്ന ചിലരെയൊക്കെ കണ്ടാൽ 1 മണിക്കൂറൊക്കെയാണ് ഇവർ ഡെഡ് ബോഡിയുടെ അടുത്ത് നിൽക്കുന്നത്. ചില പ്രധാനപ്പെട്ട നടന്മാരടക്കം അവരെക്കാൾ ആത്മബന്ധമുള്ള നടന്മാർ വരുമ്പോൾ അവർക്കൊന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ പോലും തയ്യാറാവാതെ സിനിമ മേഖലയിലുള്ള ചിലരും അവിടെ ഇടിച്ചിങ്ങനെ മുന്നിൽ നിൽക്കുകയായിരുന്നു. ഞാനായിരുന്നു ഇതെല്ലാം നടത്തുന്നത് എന്ന മട്ടിലൊക്കെ നിന്ന ആളുകളും ഇക്കൂട്ടത്തിലുണ്ട്. അത് ശരി തന്നെയാണ്. ഇവിടെ സമാധാനമായി മരിക്കാൻ പോലും ചില നികൃഷ്ട ജീവികൾ സമ്മതിക്കില്ല. സാക്ഷര കേരളം സുന്ദര കേരളം എന്നൊക്കെ പറയുന്നു. അത് ശശിധരൻ പിള്ളയാണ് പറയുന്നത്. ജയകുമാർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ അവമാനിക്കുന്ന കണ്ടാൽ സത്യത്തിൽ ഇവന്മാരുടെ ഇടയിലാണ് ജീവിക്കുന്നതെന്നോർക്കുമ്പോൾ അപമാനം തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെയൊക്കെയുള്ള കുറേയേറെ കമൻറ്റുകളുണ്ട്. മറ്റ് കമൻറ്റുകൾ മുരളി, വിവാഹവേദിയിൽ ഫോട്ടോഗ്രാഫറുടെ നിരാകരണം വേദിയിൽ നടക്കുന്നത് പോലും കാണാൻ കഴിയുകയില്ല എന്ന് പറയുന്നു. മിസ്റ്റർ മുരളി, വിവാഹവേദിയിൽ ക്യാമറമാൻമാർ തിക്കും തിരക്കും ഉണ്ടാക്കുന്നതിന് ഉത്തരവാദികൾ വിവാഹത്തിന് നടത്തിപ്പുകാർ തന്നെയാണ്. അത് ഒഴിവാക്കേണ്ടത് വീട്ടുകാരുടെ ഉത്തരവാദിത്തമാണെന്ന് ശശിധരൻ പിള്ള പറയുന്നത്. അത് ശരിയാണ്, വീട്ടുകാരുടെ ഉത്തരവാദിത്തം തന്നെയാണ്. എൻ്റെ അതിഥികളായി ഞാൻ വിളിച്ചവർക്ക് വിവാഹം കാണാൻ കഴിയും. ഇപ്പോൾ ഒരുപാട് പേരും അങ്ങനെയാണ് ചെയ്യുന്നത്. പകുതി കൂടുതൽ ഞാൻ പങ്കെടുത്ത വിവാഹത്തിൽ വെച്ചായിരിക്കും ഞാൻ പറയുന്നത്. വിവാഹ ചടങ്ങുകളിലെല്ലാം തന്നെ മുൻവശത്ത് കയറി ക്യാമറ ആരും നിൽക്കാറില്ല. എല്ലാവരും സൈഡിലൊക്കെ നിന്ന് ആണ് പലരും എടുക്കുന്നത്. എപ്പോഴും പഴയ രീതിയിൽ എടുക്കുന്ന ആളുകളും അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടി അംഗീകരിക്കുന്നു. കൃഷ്ണൻകുട്ടി, ന്യൂസ് 18 തന്ത്രപരമായി വിഷയം തിരഞ്ഞെടുക്കുന്നു. സർക്കാരിന് കേന്ദ്രമായാലും കേരളമായാലും അവർക്കെതിരെ വരുന്ന വിഷയങ്ങൾ ഒഴിവാക്കുന്ന വിഷയങ്ങൾ. ഇതേതാണ് കൃഷ്ണൻകുട്ടി ഇങ്ങനെ സർക്കാരിന് കേന്ദ്രമായാലും സംസ്ഥാനമായാലും ഒഴിവാക്കുന്നത്? സംസ്ഥാന സർക്കാരിനെതിരെ ഒരു സർക്കാർ ഭരണത്തിൽ കയറിയതേ ഉള്ളൂ. അതിൻ്റെ പിറ്റേന്ന് തൊട്ട് സമരം ചെയ്യാനും പിറ്റേന്ന് തൊട്ട് വിമർശനം ഉന്നയിക്കാനും ഞങ്ങൾ പ്രതിപക്ഷ പാർട്ടിയൊന്നുമല്ല. അവർക്ക് അതിൻ്റെതായ ഒരു സമയം കൊടുക്കണം. അതിനുശേഷം അല്ലെങ്കിൽ അതിനിടയിൽ വലിയ വിഷയങ്ങൾ വന്നാൽ എടുക്കണം. അല്ല പിറ്റേന്ന് തൊട്ട് അവരെ വിമർശിക്കണമെന്നില്ല. കേന്ദ്ര സർക്കാരിനെതിരെ വരുന്ന വിഷയങ്ങളൊക്കെ ഈ പെട്രോൾ ഡീസൽ വില വർധനയോടൊക്കെ എത്രയോ വിഷയങ്ങൾ എത്രയോ ദിവസം എടുക്കുകയും കൃഷ്ണൻകുട്ടി തന്നെ അഭിപ്രായം പറയുകയും ചെയ്തിരിക്കുന്നു. പിന്നെ വന്ന് ഇങ്ങനെ ഈ അന്തം ന്യായീകരണം എന്നൊക്കെ പറയുന്ന തരത്തിൽ ന്യായീകരണം എന്തിനാണ്? തന്ത്രപരമായ വിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ് തന്ത്രപരമായ വിഷയങ്ങൾ എടുത്തത് എന്നുകൂടി താങ്കൾ വിളിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് കൊള്ളാം. ആര് മരിച്ചാലും വേണ്ടിയില്ല, യൂട്യൂബർ കാശുണ്ടാക്കണമെന്നേ ഉള്ളൂ. മരിച്ചത് അവമാനിക്കപ്പെട്ടത് ഒരു വലിയ കലാകാരനാണ്. അയാൾ കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണോ മണിമലയ്ക്ക് ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ഇഷ്ടപ്പെടാതെ പോയത്? വളരെ കഷ്ടമുണ്ട് കേട്ടോ ശശിധരൻപിള്ള പറയുന്നു. ആ ശശിധരൻപിള്ളയുടെ അഭിപ്രായത്തോട് തന്നെ എനിക്ക് യോജിപ്പുണ്ട്. നന്ദകുമാർ, പൊതുദർശനം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിന് അവരുടെ സ്വകാര്യ ദുഃഖത്തിലേക്കോ മരണാനന്തര ചടങ്ങുകളിലേക്കോ കടന്നു കയറാതിരിക്കണം. ഇത് മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നന്ദകുമാർ പറയുന്നത്. ശരിയാണ്. എപ്പോഴും ഒരു പൊതുദർശനമൊക്കെ കഴിഞ്ഞാൽ സ്വാഭാവികമായും മാധ്യമങ്ങൾ ഇത്തരം ചടങ്ങുകളിൽ നിന്ന് പിൻവാങ്ങി കൊടുക്കേണ്ട ഒരു ഇതുകൂടിയാണ്. വീട്ടുകാർ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അത് ചിത്രീകരിക്കാൻ നിൽക്കരുത്. മോഹൻലാലിൻ്റെ അമ്മ മരിച്ചപ്പോൾ അവസാനം ചിത കത്തുന്ന ചടങ്ങിൽ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ആളുകൾ വന്ന് പറഞ്ഞു അത് നിങ്ങൾ എടുക്കരുത്, നിങ്ങൾ മാറി നിന്ന് തരണമെന്ന് പറഞ്ഞു. കേരളത്തിലെ ഒരു മുഖ്യധാര മാധ്യമവും അങ്ങനെ മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ അയലത്തെ വീട്ടിൻ്റെ മുകളിൽ കയറുന്നോ തെങ്ങിൻ്റെ മുകളിൽ കയറുന്നോ ഒളിച്ച് ദൃശ്യങ്ങളൊന്നും എടുക്കുന്ന പതിവ് കേരളത്തിലെ ഒരു മാധ്യമങ്ങൾക്കുമില്ല. അവരാരും അങ്ങനെ ചെയ്യുകയുമില്ല. പക്ഷേ യൂട്യൂബിൻ്റെ പേരിലും അല്ലെങ്കിൽ മറ്റേ ഈ പറയുന്ന മാധ്യമങ്ങൾ ആരും നിയന്ത്രണമില്ലാത്ത ഞാൻ തന്നെ എഡിറ്ററും ഞാൻ തന്നെ ജോലിക്കാരനും ഞാൻ തന്നെ മുതലാളിയുമായ ചാനലുകളുണ്ടെങ്കിൽ അവർ ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ വിവരം കൂടി രാവിലെ നമ്മുടെ റിപ്പോർട്ടർ VV അരുൺ ചൂണ്ടിക്കാണിച്ചാണ്. കഴിഞ്ഞ ദിവസം KC വേണുഗോപാലിൻ്റെ വീട്ടിൽ ചർച്ച നടക്കുന്ന സമയത്ത് അദ്ദേഹം വീട്ടിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് നേതാക്കൾ കയറി അദ്ദേഹം വീട് റൂം അടച്ചു. അപ്പോൾ ബാക്കി ചാനലുകളെല്ലാം പുറത്ത് നിൽക്കുകയാണ്, വീടിന് പുറത്ത് നിൽക്കുകയാണ്. അവർ വീടിന് പുറത്ത് നിന്ന് മുറി അടച്ചോടുകൂടി ആ ദൃശ്യം അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. പക്ഷേ അദ്ദേഹം വീട്ടിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത മുറിയിലേക്ക് കയറുമ്പോൾ അടുത്ത മുറിയിലെ ജനൽ തുറന്നു കിടക്കുകയാണ്. ആ ജനലിനകത്തുകൂടി ഒരാൾ മൊബൈൽ ക്യാമറ അകത്ത് വെച്ച് ലൈവ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ പല നേതാക്കന്മാരുടെയും വീടുകളിലൊക്കെ അങ്ങനെ നേതാവായിക്കോട്ടെ ആരായിക്കോട്ടെ ഒരാളുടെ വീട്ടിൽ അങ്ങനെ കടന്നു കയറി മൊബൈലകത്ത് വെച്ച് ചിത്രീകരിക്കാനും ഒന്നുള്ള അവകാശം ആർക്കുമില്ല. അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഗുരുതരമായ പിഴവ് തന്നെയാണ് എന്നതുകൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ നടൻ സലീം കുമാറിൻ്റെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ തിക്കും തിരക്കും കൂട്ടിയ ക്യാമറാമാൻമാർക്കെതിരെ അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ ക്ഷോഭിക്കുന്ന അവസ്ഥയൊക്കെ ഇന്നലെ മലയാളികൾ കണ്ടു. അതിനെതിരെ ചില
യൂട്യൂബ് ചാനലുകളൊക്കെ മകൻ ചന്തുവിനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ചില പോസ്റ്റുകളുമൊക്കെ കണ്ടു. ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അജയകുമാറാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ അജയകുമാർ, ഈ എന്തിൻ്റെ പേരിലായാലും ഒരു മരണ വീട്ടിൽ പാലിക്കേണ്ട ചില ഔചിത്യമില്ലേ, അത് ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? സാർ, ഞാൻ സംസാരിച്ചോട്ടെ? പറഞ്ഞു. സലിം ചേട്ടനും ഞാൻ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അത്രയും നല്ലൊരു വ്യക്തിത്വം ഞാൻ വേറെ കണ്ടിട്ട് പോലുമില്ല. ഇപ്പോ ഇന്നലെ ഈ സംഭവിച്ച ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചതെല്ലാം ഇതില് ശരിക്കും മരണ വീട്ടില് ഔദ്യോഗികമായിട്ട് അല്ലാത്ത ചാനലുകളെ പ്രവേശിപ്പിക്കരുത്. അതല്ലേ നല്ലത്? എന്തിനാ നിങ്ങൾ ചാനലുകാർ അപ്പൊ നിങ്ങളെല്ലാം ഔദ്യോഗികമായിട്ട് ഉള്ളവരാണ്. അപ്പൊ നിങ്ങൾക്ക് കയറാം. മറ്റുള്ളവർക്ക് ഈ ഫോണും പിടിച്ച് അല്ലെങ്കിൽ ക്യാമറ പിടിച്ച് വരുന്നവരോട് പുറത്തേക്ക് മാറി നിൽക്കുക എന്ന് പറയാനുള്ള ഒരു രീതി, അത് ഗവൺമെന്റിന് ഒരു കാര്യം വരാതെ ഈ സംഭവം മാറില്ല. കാരണം എല്ലാവർക്കും മൊബൈൽ ഫോണുണ്ട്. ഫോണിൽ എല്ലാം ക്യാമറയും എല്ലാം ആയിട്ട് വരുമ്പോൾ അവരൊക്കെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതിനുള്ള പ്രവേശനം നൽകാതിരിക്കുമല്ലേ നല്ലത്? എൻ്റെ ഒരു അഭിപ്രായമാണ്. കാരണം ഇത് ഭയങ്കര പ്രശ്നം. കല്യാണ വീട്ടിൽ എന്തുവേണം ചെയ്തോട്ടെ, പക്ഷെ മരണ വീട്ടിൽ ഒരു കാരണവശാലും അങ്ങനെ ഒരു കാര്യം അനുവദിക്കരുതെന്ന് ഞാൻ പറയും. കാരണം അവരുടെ വേദന, ആ മരിച്ച ആളുടെ ബന്ധുക്കളുടെ വേദന എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരാണ് ഈ വന്നിട്ട് ഈ പ്രകടനം എല്ലാം കാണിക്കുന്നത്. ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് പറഞ്ഞു വരുമ്പോൾ എനിക്ക് സങ്കടം വരുവാ കഴിഞ്ഞ ദിവസം ആ കാര്യം കേട്ടപ്പോൾ. അതാണ് സാർ എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ രാധാകൃഷ്ണനാണ്, വൈറ്റിലയിൽ നിന്നാണ്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ ഒരു മരണം സംഭവിക്കുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളാണെങ്കിൽ അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ കാണിക്കാൻ മാധ്യമപ്രവർത്തകർ ബാധ്യസ്ഥരാണ്. അവർക്ക് അവിടെ ആളുകൾക്ക് അങ്ങനെ ദൃശ്യങ്ങൾ കാണണം എന്നൊക്കെ താല്പര്യം കാണും. പക്ഷേ അവർക്കൊരു പ്രൈവസി ഇല്ലേ? അതിനപ്പുറത്തേക്ക് ഇപ്പോൾ മാധ്യമങ്ങളുടെ പേരിൽ ആകെ മാധ്യമപ്രവർത്തകർ 10 പേരുണ്ടെങ്കിൽ ഒരു 100 പേരെങ്കിലും മറ്റ് യൂട്യൂബേഴ്സും അല്ലെങ്കിൽ മറ്റ് ചില മാധ്യമങ്ങളും ഒക്കെ കാണും. അപ്പോൾ എല്ലാ യൂട്യൂബേഴ്സും മോശമാണെന്നല്ല പറയുന്നത്. പക്ഷേ അതിൻ്റെ പേരിൽ കാണിച്ചു കൂടുന്ന കോപ്രായങ്ങൾ അത്രത്തോളം അരോചകമായി മാറുന്നില്ലേ? നമസ്കാരം. നമസ്കാരം. ഇത് കുറെ സെലിബ്രിറ്റികളും ഉണ്ട്, ഈ യൂട്യൂബേഴ്സിനെ കൊണ്ടു നടക്കുന്ന ആളുകൾ. അവര് വന്നു കഴിഞ്ഞാൽ അവരും ഇത് കുറെ എണ്ണത്തിനെ ഇങ്ങനെ കുറെ കൊണ്ടുവരും. അവർ ഇങ്ങനെ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയും അവർക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടാൻ വേണ്ടി ചെയ്യും. പിന്നെ അതുകൂടെ ഉണ്ട്, ഇപ്പൊ ഇവിടെ പ്രതികരണം ഉണ്ടായതുകൊണ്ട് ഇത്രയും വിഷയം ഉണ്ടായത്. ഇതുപോലെ തന്നെ ഇരുന്ന് ശ്രീനിവാസന്റെ വീട്ടിൽ ഇതിനപ്പുറം ഇരുന്ന്. കാരണം അവിടെയും ഇതുപോലെ ചടങ്ങുകൾ നടത്താനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഈ ക്യാമറയും എടുത്ത ആളുകൾ കംപ്ലീറ്റ് ഇതിനെ മാധ്യമപ്രവർത്തനം എന്ന് പറയുമ്പോൾ അത് ചെയ്യേണ്ട കുറെ ഇതുണ്ടല്ലോ. പിന്നെ അത് തന്നെയല്ല, നമ്മളിപ്പോ ഒരു മരണം വന്ന് ആ മരണത്തിന്റെ ആ സമയം തുടങ്ങി പിന്നെ അത് മറ്റേ ചിതയിലേക്ക് വെച്ചാലും പോവാതെ ഇങ്ങനെ നിൽക്കണം. ആ ഇതില്ലേ, ആ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന അതുപോലെയുള്ള മാധ്യമ പ്രവർത്തനമൊന്നും അല്ല വേണ്ടത്. കാരണം ജനങ്ങളെ അറിയിക്കണം, ജനങ്ങളെ അറിയിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ രീതിയിലാണെങ്കിൽ കുറച്ച് ഇത് മാറും. ഇതല്ല, വന്നു കഴിഞ്ഞ് ഇങ്ങനെ കിടക്കണേ. ഇതിപ്പോ അവിടെ തന്നെ 10-100 പേരുണ്ട്. അതുപോലെ ശ്രീനിവാസന്റെ വീട്ടിൽ ഇതൊക്കെ തന്നെയായിരുന്നു. മോഹൻലാലിനെ മോഹിച്ചപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു. കാരണം ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറുതെ തിരക്കുണ്ടാക്കണം. കാരണം ഒന്നിച്ചിങ്ങനെ ആയതുകൊണ്ട് തിരക്ക് കൂടും, തിരക്കുണ്ടാക്കണം. അത് കുറച്ചൊക്കെ ഇത് വേണം. ഇപ്പൊ പ്രതികരണം വന്നതുകൊണ്ട് ഇതിപ്പോ ചർച്ചയിലും വന്ന് എല്ലാം വന്ന് ഇത് പ്രതികരണം ഇല്ലെന്ന് ഇവിടെയും ഇത് ഇങ്ങനെ പോയേനാ. കാരണം ഇവിടെ ഇതിങ്ങനെ ഇരുന്ന് ശ്രീനിവാസന്റെ അവിടെ ഇതിനും വലിയ തിരക്കായിരുന്നു. അവിടെ മഴ ഇതുപോലെ തന്നെ മഴയൊക്കെ ഇരുന്ന് ആ സമയത്ത് ക്യാമറയും ഇതുമൊക്കെ ആയിട്ട് വന്ന് ആളുകളുടെ ഇടയിൽ ഭയങ്കര വിഷയമാണ്. കാരണം വന്നവരും ഇതുപോലെ VIPs വരുമ്പോഴത്തേക്കും കൂടുതൽ ഇതാവും. അതുകൊണ്ട് വീട്ടുകാർക്ക് കർമ്മം ചെയ്യാനോ അടുത്ത ബന്ധുക്കൾക്ക് ഒന്ന് ഇത് ചെയ്യാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്തൊക്കെ കുറെ മാറ്റം വരണം. പിന്നെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ ദുര്യോഗവും മറ്റുമൊക്കെ കാരണമാണ് ഈ ആളുകളൊക്കെ ഇപ്പൊ ക്യാമറ എടുത്ത് ഇറങ്ങിയേക്കണം. എല്ലാവരും തെളിവുകൾ വേണ്ടേ? അപ്പൊ റോട്ടിലാണെങ്കിൽ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ പിടിക്കും, മൊബൈലിൽ പിടിക്കും. പക്ഷെ അതൊന്നൊരു തെളിവിനും കാര്യങ്ങൾക്ക് വേണ്ടേ? പോലീസുകാരാണെങ്കിൽ എന്തെങ്കിലും കാണിക്കുന്ന ഒരു തെളിവൊക്കെ വേണ്ടേ? അതിനു വേണ്ടി ചെയ്യണേ. ഇപ്പൊ ആൾക്കാർ എല്ലാവരും ക്യാമറയിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കണം. എന്ത് എവിടെ കണ്ടാലും എടുക്കാനുള്ള ഇതിനകത്ത് ആളുകൾ നിൽക്കണം. കാരണം ഒരു തെളിവ് അത് കിട്ടാൻ വേണ്ടിയിട്ട്. അതാണ് ഈ പ്രശ്നങ്ങൾ. അതിനകത്തൊക്കെ ഇനിയിപ്പം ഇതൊന്നും വരുമൊന്നുമില്ല. എല്ലാവരും പ്രതികരിക്കും, എല്ലാവരും ഇത് ചെയ്യുകയും ചെയ്യും. കുറെയൊക്കെ ഈ ഉത്തരവാദിത്തപ്പെട്ട് നിൽക്കുന്ന ആളുകൾ വ്യക്തമാണ്. ശ്രീ രാധാകൃഷ്ണൻ, ശ്രീമതി റഹീമയാണ് കോഴിക്കോട്. ശ്രീമതി റഹീമ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്?
സാറ് ഒരു നടനല്ലേ മരിച്ചത്. അപ്പൊ അതിനെക്കൊണ്ട് എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവും, എല്ലാരും കാണാന്, മോഹൻലാലിനെയും മമ്മൂട്ടിനെയും ഇവരൊക്കെ കാണാനുള്ള ആകാംക്ഷ ഉണ്ടാവും. പാവ ആ ചന്തു കിടന്നിട്ട് ചന്തുവിന്റെ കൂടെ ഒരു പോലീസുകാരും കൂടി വേണ്ടിയിരുന്നു ആൾക്കാരെ നിയന്ത്രിക്കാൻ. ആ ഒരു നിയന്ത്രണം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാരും 2 ലൈനായിട്ട് 3 ലൈനായിട്ട് നിർത്തി കഴിഞ്ഞാൽ അവനക്കൊരു നല്ല ഒരു സ്വസ്ഥ കിട്ടായിരുന്നു. അപ്പൊ ഈ നടൻ മരിച്ചതല്ലേ, സാധാ ആളല്ലല്ലോ, ഒരു ലോകമൊട്ടാകെ അറിയപ്പെടുന്ന ഒരാളല്ലേ. അതൊക്കെ അറിയപ്പെടുന്ന ആളായെങ്കിലും അവരുടെ വീട്ടുകാർക്ക് ചന്തുവിന് ചന്തുവിന്റെ അച്ഛനാണ്. അച്ഛൻ എന്ന് പറയുമ്പോൾ അതിന് എത്ര പ്രശസ്തനായാലും പൊതുദർശനം കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ചില ഘട്ടത്തിലൊക്കെ നമ്മളൊരു നിയന്ത്രണം വേണ്ടേ. അല്ലാതെ അവരുടെ കീഴിലേക്ക് അവിടെ വരുന്ന മൊത്തം സിനിമാ നടിമാരുടെയും ശരീരത്തേക്ക് മൊബൈലും സൂം ചെയ്ത് നിൽക്കലല്ലോ പണി. പോലീസുകാര് നിയന്ത്രിക്കേണ്ടിയിരുന്നു. പോലീസുകാര് 2 ഭാഗത്ത് നിന്നിട്ട് ചന്തുവിന്റെ കൂടെ നിന്നിട്ട് നിയന്ത്രിക്കേണ്ടിയിരുന്നു. പിന്നെ ഇനിയിപ്പോ അവരെന്താന്ന് വെച്ചാല് ആദ്യമായിട്ട് ഇതിപ്പോ കാണല്ലേ, ഇങ്ങനെ ഒരിക്കലൊക്കെ അല്ലേ എപ്പോഴെങ്കിലൊക്കെ അല്ലേ കാണുള്ളൂ മോഹൻലാലിനെ മമ്മൂട്ടിനെ മരണസമയത്ത് അവരെ കാണാന്ന് പറഞ്ഞ ആവേശത്തിലിരിക്കുന്ന അത്ര ആവേശത്തിലായിരിക്കും അവരിങ്ങനെ തിക്കി തിരക്കുന്നത്. അത് അങ്ങനെ അവരെ കാണാൻ ആവശ്യം പോലെ അവസരം ഉണ്ടല്ലോ, നേരിട്ട് കാണുന്നൊന്നും അല്ലല്ലോ. രാജനാണ് തൃശ്ശൂരിൽ നിന്നാണ്. രാജൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം സാർ. നമസ്കാരം. ഇതിലിപ്പോ നമ്മൾ ആരെയും കുറ്റം പറയാനില്ല. കാരണം ഇതൊരു സെലിബ്രിറ്റി മരിച്ചപ്പോ അതിൽ ഈ പറയുന്ന ആരാധകരുണ്ടാവും, പൊതുവുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും, യൂട്യൂബർമാരൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് ഓരോ പ്രവർത്തകരും ഇപ്പൊ വേണ്ട വിഷൻ ചാനലുകളായിക്കോട്ടെ, അവര് ഇതൊക്കെ തിക്കും തിരക്കിന്റെ കൂടി എടുക്കുമ്പോ അവനവന്റെ അച്ഛനോ അമ്മയോ ആണ് ഇങ്ങനെ കിടക്കണേ എന്നൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ, ഇപ്പൊ അദ്ദേഹത്തിന്റെ മകൻ പ്രതികരിച്ചതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുള്ളത്. കാരണം അതാവണം. അത് യൂട്യൂബറായിക്കോട്ടെ, വെറുതെ ഇരിക്കുന്ന ചാനല് മറ്റേ വീഡിയോ പിടിക്കുന്നത് ആരും ആയിക്കോട്ടെ, ഒരു മരണ വീട്ടിൽ ചെന്ന രാജ്യത്ത് മര്യാദ എന്നൊരു സംഗതിയുണ്ട്. അത് എല്ലാവരും സഹകരിക്കണം, അത്ര തന്നെ ഇതിൽ പറയുള്ളൂ. പിന്നെ വെച്ചാൽ ചാനലുകാർക്കും ഈ പറയുന്ന തെക്കൻ തിരക്കിലൊക്കെ പങ്കുണ്ട്. പാടെ തള്ളിക്കളയാൻ പറ്റില്ല, പ്രശ്നം പറയുന്നില്ല. പക്ഷെ അവരും നിയന്ത്രിക്കണം, അത്രേ എനിക്ക് പറയുന്നുള്ളൂ. ശരി, താങ്കൾ പറഞ്ഞാലൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. നമ്മളുടെ ഭാഗത്തെ തെറ്റുകളും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ചർച്ച നടത്തുന്നത്. സേഫാണ്, ഓച്ചിറയിൽ നിന്നാണ് വിളിക്കുന്നത്. സേഫ്, ഓച്ചിറ എവിടെയാണ് വീട്? ഓച്ചിറയ്ക്ക് 1 കിലോമീറ്റർ കിഴക്കാണ്. കിഴക്ക് എവിടെയാണ്? കിഴക്ക് ഞക്കനാൽ എന്ന് പറയും. ഞക്കനാൽ, ഓക്കെ. ഞാൻ ഓച്ചിറക്കാരനാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അത് ശരി. എവിടെ? എന്റെ വീട് പരബ്രഹ്മ ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഓ, അത് ശരി. പേരെന്താ? അപ്പോൾ സേഫിന് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ഞാൻ പറഞ്ഞ ഇതൊന്നും വലിയ ഒരു വിഷയമാക്കി മാറ്റേണ്ട കാര്യമില്ലെന്ന്. നമ്മളൊരു സെലിബ്രിറ്റി മരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ആൾ കൂടുന്നത് മറ്റ് പ്രശസ്തരായിട്ടുള്ള ഒരുപാട് പേര് വരുമല്ലോ, അവരെ കാണാൻ പറ്റും, അവരെ സെൽഫി പോലും അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ എടുക്കാൻ പറ്റും, വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു ആഗ്രഹത്തോടെ കൂടി കൂടുതൽ ആൾക്കാരും വരുന്നത്. ഞാൻ തന്നെ ഇന്നലെ അതിലൊന്ന് പങ്കെടുക്കണമെന്നൊക്കെ ആഗ്രഹിച്ചു. പിന്നീട് ഞാൻ അന്നേരം എന്റെ മനസ്സിൽ മമ്മൂട്ടിയോ മോഹൻലാലോ ഒക്കെ വരുമല്ലോ എന്നുള്ളതാണ്. പിന്നെ അവർ രണ്ടുപേരും വരത്തില്ലെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് പോകാതിരുന്നതിൽ ഒരു തോന്നിയത്. മനസ്സിലായോ? പൊതുവേ ഉള്ള ഒരു മാറ്റമാണിത്. അതിപ്പോ ഇന്നത്തെ സോഷ്യൽ മീഡിയ അറിയാമല്ലോ, സമസ്ത മേഖലകളിലും നല്ല മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അല്ല നമ്മൾ ചെല്ലുന്നവരെല്ലാം കരഞ്ഞു കൂവിക്കൊണ്ട് അവിടെ നിൽക്കണമെന്ന് പറയുന്നതിൽ കാര്യമില്ല. കരഞ്ഞു കൂവി നിൽക്കണമെന്നല്ല സേഫ് പറയുന്നത്. നമ്മൾ ഒരു മരണ വീട്ടിൽ ചെന്നാൽ ആ മരണ വീട്ടിൽ നമുക്ക് അതൊരു കാഴ്ചയാണ്, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ പോകുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും കാണാൻ പോകുന്നു. പക്ഷെ ആ മരിച്ച ആളിൻ്റെ സഹോദരങ്ങൾ, അവരുടെ അച്ഛൻ, അമ്മ, ഭാര്യ, മക്കൾ, അല്ലെങ്കിൽ ഉറ്റ സുഹൃത്തുക്കൾ, അവരെയൊക്കെ സംബന്ധിച്ച്, ഉറ്റ ബന്ധുക്കൾ, അവരെയൊക്കെ സംബന്ധിച്ച് അതൊരു വല്ലാത്ത വൈകാരിക നിമിഷമാണ്. ആ സമയത്ത് അവരുടെ ഒരു സ്വകാര്യതയിൽ ഒരു മിനിമം മര്യാദ അത്രയും കാണിക്കണ്ടേ? എങ്കിലും അവരിതൊക്കെ മനസ്സിലാക്കുക എന്ന് തന്നെയാണ് കരുതുക. അല്ല, അവരെങ്ങനെ അതെങ്ങനെയാണ് സേഫ്? നമ്മൾ ഒരാളുടെ വീട്ടിൽ കയറി അയാൾ പ്രശസ്തനായി പോയെന്ന് വെച്ച് ചന്തുവിന്റെ അച്ഛനല്ലേ മരിച്ചു കിടക്കുന്നത്, അത് മഹാനായ നടൻ സലീം കുമാറാണ്, അതുകൊണ്ട് ഞാൻ ദുഃഖിക്കരുത് എന്നൊക്കെ പറയാൻ കഴിയുമോ? അല്ല, അദ്ദേഹം ദുഃഖിപ്പിക്കുന്ന തന്നെ അദ്ദേഹത്തോടുള്ള സ്നേഹവും ആദരവും ഒക്കെ കൊണ്ടാണ് ഈ വരുന്നവരിങ്ങനെ കാണിക്കുന്നതെന്ന് ഉള്ള മനസ്സിലാക്കാൻ. അതെങ്ങനെയാണ്? ആരോടുള്ള സ്നേഹവും ആദരവും കൊണ്ടാണ് സേഫ് അവിടെ വരുന്ന ഈ ഒരു 10-100 മൊബൈലുമായിട്ട് വന്ന ആളുകൾ നിന്ന് അവരുടെ ആളുകളുടെ ഇടയിൽ ഇടിച്ചു കയറി അവരുടെ എല്ലാം മൊബൈൽ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന അവരോടുള്ള സ്നേഹവും ആദരവും കൊണ്ടാണ്? സ്നേഹവും ആദരവും കൊണ്ടൊന്നുമല്ല, അവരുടെ യൂട്യൂബ് വഴി അല്ലെങ്കിൽ അവരുടെ പിന്നെ റീൽസ് ഉണ്ടാക്കി അതുവഴി വരുമാനം ഉണ്ടാക്കാം, പ്രശസ്തരാവാം എന്നുള്ള മോഹത്തിലോ ഒക്കെ വരുന്ന ആളുകൾ, അല്ലാതെ ഇവരുള്ള സ്നേഹവും ബഹുമാനം കൊണ്ടുവരുന്നവരാണ്. അല്ല, കാലം ആവശ്യപ്പെടുന്ന ഒരു മാറ്റമാണ്. നമുക്കറിയാം, ഒരു അപകട സ്ഥലത്ത് പോലും ആദ്യം വീഡിയോ എടുക്കാൻ ആൾക്കാർ, അവരെ രക്ഷിക്കുന്നതിന് ഉപരിയായിട്ട് വീഡിയോ എടുക്കാൻ ആൾക്കാർ ഇതാവുന്നത്. മനസ്സിലായോ?
അങ്ങനെയല്ല വേണ്ടതെന്നാണ് നമ്മൾ പറയുന്നത്. വീഡിയോ എടുക്കുന്നതിന് മുമ്പ് അയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കണം, അല്ലാതെ വീഡിയോ എടുക്കലല്ല പ്രധാനം. ആ വീഡിയോ എടുക്കുന്നതിനെ ന്യായീകരിക്കാനും കഴിയില്ല സേഫ്. തീർച്ചയായിട്ടും അത് ശരിയാണ്. നമ്മൾ ഒരു മരണ വീട്ടിൽ അങ്ങനെ ചെയ്തുകൂടാന്നൊക്കെ ഉണ്ടെങ്കിലും, പക്ഷെ ഈ വരുന്നവർക്ക് ഈ പറഞ്ഞ പോലെ ബന്ധുക്കളുടെ അത്ര പൊട്ടിയ ദുഃഖമൊന്നും ഉണ്ടാവത്തില്ല. സ്വാഭാവികമായിട്ടുള്ള ഒരു മരണം പോലെയാണ് വരുന്നത്. ദുഃഖമില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദുഃഖമുണ്ടെന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ എന്റെ മൊബൈലിൽ എനിക്ക് ഒരു അടിപൊളി പാട്ടായിരിക്കും റിംഗ് ടോൺ. ഞാനൊരു മരണ വീട്ടിൽ പോകുമ്പോൾ എന്റെ മൊബൈലിൽ റിംഗ് ടോൺ കേൾപ്പിച്ചുകൊണ്ട് പോകും. ഞാൻ അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായ റിംഗ് ടോൺ മൊബൈൽ മ്യൂട്ട് ചെയ്തിട്ട് പോകും. അതെന്താണ്, ആ ഒരു വീട്ടിൽ നിന്ന് അടിപൊളി പാട്ട് കേൾക്കുന്ന ഒരു അന്തരീക്ഷത്തിലല്ല അവിടെ നിൽക്കുന്നവർ നിൽക്കുന്നത്. അതൊരു സാമാന്യ മര്യാദയാണ്. അല്ലാതെ അറിയാതെ എന്റെ മൊബൈൽ ചിലരുടെ ഒന്നടിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആളുകൾ ചെയ്യണം. അല്ല ഒന്നടിച്ചു, രണ്ടടിച്ചു, മൂന്നടിച്ചു പിന്നെയും ചെയ്യുന്നത് എന്റെ മൊബൈലിൽ എനിക്ക് സൗണ്ട് വെച്ചുകൂടാന്ന് ചോദിക്കുന്ന പോലെ. ഇപ്പൊ ഈ വിഷയത്തിൽ ചന്തുവിനെ വിളിച്ച് ചോദിച്ചാലും പുള്ളിക്ക് വലിയ വിഷയമൊന്നും ആയിട്ട് പുള്ളിക്ക് തോന്നത്തില്ല. നമ്മളിതൊരു വിഷയമാക്കി മാറ്റാതിരിക്കുക. നമ്മൾ വിഷയമാക്കി മാറ്റണം സേഫ്. നമ്മൾ ഇത്തരം തെറ്റായ പ്രവണതകളെ അംഗീകരിക്കാൻ തയ്യാറാവരുത്. ഇതിനെ തിരുത്തണം. നമ്മളുടെ അറിവിലുള്ള ആളുകൾ അങ്ങനെ പോകുന്നെങ്കിൽ, നമ്മൾ അങ്ങനെ ചെയ്യുന്നെങ്കിൽ അത് തെറ്റാണെന്ന് നമുക്ക് ബോധ്യം വേണം. അതെ, മരണ വീട്ടിൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ശരിയാ, ഇതൊക്കെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്കറിയാമല്ലോ. ഏത് കാലത്തായാലും മരണ വീട്ടിൽ പണ്ടത്തെ കാലത്ത് അച്ഛൻ മരിച്ചാലും ഇപ്പോൾ അച്ഛൻ മരിച്ചാലും ദുഃഖം ഒരുപോലെയല്ലേ? അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ അങ്ങനെയല്ല, പൊതുവെ ആൾക്കാരെല്ലാം മാറിപ്പോയിട്ടുണ്ട് ഈ കാര്യത്തില്. അപ്പൊ മാറുന്നതെല്ലാം പ്രസന്നനാണ് മാളയിൽ നിന്നാണ്. ശ്രീ പ്രസന്നൻ, താങ്കളുടെ അഭിപ്രായം വേഗത്തിൽ പറയാം. നമസ്കാരം സാർ. ഈ വിഷയം നമ്മുടെ സംസ്കാരവും വകതിരിവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് എത്ര VIP ആയാലും കണ്ടു കഴിഞ്ഞ ഒരു ബോഡി കണ്ടു കഴിഞ്ഞാൽ, എത്ര ബഹുമാനമുള്ള ആളായാലും കണ്ടു കഴിഞ്ഞാൽ മാറിയിരിക്കാനുള്ള ഒരു വകതിരിവ് ആ VIP കാണിക്കേണ്ടതാണ്. ബാക്കി വരുന്ന ഈ ജനക്കൂട്ടം കാണാൻ നിൽക്കുന്നവരാണ്, അവർക്ക് നമ്മൾ തടസ്സം ഉണ്ടാക്കരുതെന്നുള്ള ഒരു സ്വയം ബോധ്യം ആ VIP ഉണ്ടാവേണ്ടതാണ്. പിന്നെ ഇപ്പൊ സലീം കുമാറിന്റെ മകൻ അവിടെ നിൽക്കുന്നുണ്ട്. മകന്റെ തൊട്ടടുത്ത് ഈ കാറൊക്കെ ഉള്ള പോലീസുകാർ അവിടെ നിൽപ്പുണ്ട്. അവർക്ക് കൈകാര്യം ചെയ്യാവുന്ന വിഷയമുള്ളൂ, നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യാവുന്ന വിഷയമുള്ളത്. അവിടെ ഒരു സിസ്റ്റം വന്ന് കണ്ട് അഭിവാദ്യം അർപ്പിച്ച് പോകാവുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കാൻ അവിടെയുള്ള പോലീസുകാർക്ക്, ലോക്കൽ പോലീസിന് സാധ്യമാകേണ്ടതാണ് എല്ലാവർക്കും. ഇവിടെ മാത്രമല്ല, എവിടെ VIP മരിച്ചാലും അവിടെ ഒരു കോലാഹലം, എന്താ പറയാ, ഒരു അഴകുഴമ്പൻ, ഒരു വകതിരിവില്ലാത്ത രീതിയിൽ നമ്മൾ പെരുമാറുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ക്യാമറാമാൻമാരൊക്കെ വന്ന് എന്തൊട്ട് ഫോട്ടോ എടുക്കുന്നു, എന്തോരം ഫോട്ടോ എടുക്കാം. ഇത് ഈ ഫോട്ടോ എടുത്ത് അവരുടെ വീട്ടിൽ ചമരുമ വയ്ക്കാനാണോ? അല്ല, അത്യാവശ്യം 1, 2, 10 ഫോട്ടോ താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എന്തായാലും നമ്മുടെ പൊതുവേദിയിലേക്ക് വിളിച്ച പ്രേക്ഷകരിൽ ഏറെക്കുറെ എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെ പറഞ്ഞത് മരണ വീട്ടിൽ പാലിക്കേണ്ട ഔചിത്യം പാലിക്കാൻ തയ്യാറാവണം. ഇത്തരത്തിൽ ഒരു മൊബൈൽ ക്യാമറയുമായി എവിടെയും കടന്നു കയറി എന്തും കണ്ടന്റാക്കി വിറ്റ് കാശു നേടാം, അല്ലെങ്കിൽ പ്രശസ്തി നേടാം എന്ന് ആഗ്രഹിക്കുന്നവരെ നിയന്ത്രിക്കാനുള്ള സംവിധാനം ഈ നാട്ടിൽ ഉണ്ടാവണം. അല്ലാതെ അവർ ചെയ്യുന്നതെല്ലാം സ്വാഭാവികമാണ്, കാലം മാറിയുകൊണ്ട് അതെല്ലാം അംഗീകരിച്ചു പോകാവുന്നതല്ല. വിളിച്ച ഒരു ടാക്സി ഡ്രൈവറായ ഒരു കക്ഷി പറഞ്ഞത് ഇത്തരക്കാരെ കയ്യിൽ കിട്ടിയാൽ ഞാൻ അടിക്കും എന്നാണ് പറഞ്ഞത്. അത് അടിക്കും എന്ന് വെച്ചാൽ പ്രത്യക്ഷത്തിൽ അയാളെ കായികമായി അടിക്കുമെന്നല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. ആ തരത്തിൽ ഒരു മനുഷ്യന് കയ്യിൽ കിട്ടിയാൽ കൈകാര്യം ചെയ്യണം എന്ന് ആർക്കും തോന്നുന്ന തരത്തിലേക്കുള്ള കോപ്രായങ്ങൾ ഇത്തരം സ്ഥലങ്ങളിൽ പോയി കാണിക്കാതിരിക്കാനുള്ള സാമാന്യ മര്യാദ എല്ലാവർക്കും ഉണ്ടാവണം. അപ്പോഴും ആവർത്തിച്ച് പറയുന്നു, മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകൾ തിരുത്തണം എന്നുള്ള അഭിപ്രായത്തോടു കൂടി തന്നെയാണ് അതിനേക്കാൾ എത്രയോ അതീവ ഗുരുതരമായ ഇത്തരം വൃത്തികേടുകൾ കാണിക്കുന്നവർക്കെതിരെ ഇങ്ങനൊരു വിഷയം ന്യൂസ് 18 പൊതുവേദി ചർച്ചയ്ക്കെടുത്തതും പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തേടിയതും. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.